കർത്താവിൻ്റെ ശ്രേഷ്ഠനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇങ്ങനെ സഭ ക്രമീകരിച്ച ഈ മീറ്റിങ്ങിലേക്ക് എനിക്കും കടന്നു വന്ന് ഭാഗവാക്കുകളായി തീരുവാൻ സ്വർഗത്തിലെ ദൈവം അനുവദിച്ചതോർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു, കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. ഒരിക്കൽ കൂടെ മസ്കറ്റിലെന്നല്ല, ഗൾഫിൽ വരുമെന്നൊരു ചിന്ത പോലും എനിക്കില്ലായിരുന്നു. കാരണം എല്ലാ സാഹചര്യങ്ങളും എതിരാണ്. എങ്കിലും സ്വർഗത്തിലെ ദൈവത്തിൻ്റെ പ്രവർത്തനം, സ്വർഗത്തിലെ ദൈവം ഈ നിലയിൽ ഒരവസരം സംജാതമാക്കിയതോർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. അതിന് ഇവിടെയുള്ള സ്ഥലം സഭയ്ക്ക് കർത്താവ് കൊടുത്ത ചിന്തകളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾ കഴിഞ്ഞ നാളുകളിൽ എന്നെ ഓർത്ത് പ്രാർത്ഥിച്ചു. വളരെ നന്ദിയുണ്ട്. ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. അനേക നാളുകൾ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇന്നും നിങ്ങൾ പ്രാർത്ഥനയിൽ ഓർക്കുന്നു. വ്യക്തി ജീവിതങ്ങളിൽ, കുടുംബങ്ങളിലൊക്കെ എന്നെ പ്രാർത്ഥനയിൽ ഓർക്കാറുണ്ട്. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദിയും സ്നേഹവും ഞാൻ അറിയിക്കുകയാണ്. നമുക്ക് ദൈവവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ നമുക്ക് തിരിക്കാം. ദൈവസഭയും വിശ്വാസിയുടെ ഉത്തരവാദിത്വവും, ദൈവജനത്തിൻ്റെ ഉത്തരവാദിത്വവും എന്നുള്ള ഒരു വിഷയമാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ദൈവവചന പഠനമായതുകൊണ്ട് ആ രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാം. ഈ വിഷയത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നതിന് മുമ്പ് ഈ പഠനത്തോടുള്ള ബന്ധത്തിൽ നമ്മുടെ ഉത്തരവാദിത്വം എന്താണെന്നുള്ളത് ആദ്യം ഒന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് പോകാം എന്ന് വിചാരിക്കുകയാണ്. നമ്മൾ ദൈവവചനം ധാരാളം പഠിക്കാറുണ്ട്, കേൾക്കാറുണ്ട്. ബൈബിൾ ക്ലാസ്സുകൾക്കൊന്നും യാതൊരു കുറവും നമ്മളുടെ മധ്യത്തിലില്ല. അനേക വിഷയങ്ങൾ ഇതോടകം നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്നാൽ ഇങ്ങനെ ഒരു വിഷയം ഇന്നിൻ്റെ നാളുകളിൽ അതിൻ്റെ പ്രസക്തി എന്താണ്, ഇതിനോടുള്ള ബന്ധത്തിൽ ഈ ക്ലാസ്സുകൾ കേൾക്കുന്ന, അത് ചാരത്തായാലും ദൂരത്തായാലും, ഇന്നോ നാളെയോ എന്നെങ്കിലുമൊക്കെ ഈ ക്ലാസ്സുകൾ ആരൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടോ അവരുടെ എല്ലാം ഒരു വലിയ ഒരു ഉത്തരവാദിത്വവും ഒരു പ്രാർത്ഥനയും എന്താണ് എന്നുള്ളത് ചിന്തിച്ചിട്ട് നമുക്ക് വിഷയത്തിലേക്ക് പ്രവേശിക്കാം. ചർച്ച് ഓഫ് ഗോഡ് ആൻഡ് അവർ റെസ്പോൺസിബിലിറ്റീസ് ടുവേർഡ് ദ ചർച്ച് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ സഭ, ദൈവത്തിൻ്റെ സഭയോടുള്ള ബന്ധത്തിൽ ഓരോ ദൈവജനത്തിൻ്റെയും, ഓരോ പ്രിയപ്പെട്ടവരുടെയും ഉത്തരവാദിത്വം എന്താണ് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത്. 119 സങ്കീർത്തനത്തിൽ നിന്നും സഹോദരനൊരു വാക്യം വായിച്ചു. അതിൽ നിന്നും മറ്റ് 1-2 വാക്യങ്ങളുടെ ദൈവവചനത്തോടുള്ള ബന്ധത്തിൽ പഴയ നിയമത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിപാദിച്ചിരിക്കുന്ന ഒരു സങ്കീർത്തനമാണ് 119 സങ്കീർത്തനം. അതിൽ 1-2-3 വാക്യങ്ങൾ ഞാൻ പ്രാരംഭത്തിൽ ഒന്ന് വായിക്കുകയാണ്. പ്രിയ സഹോദരൻ അത് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വന്ന ചില വാക്യങ്ങൾ ഞാനിവിടെ ഒന്ന് വായിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. 119 സങ്കീർത്തനത്തിൻ്റെ 18 വാക്യം, Psalms 119 verse 18. സഹോദരൻ വായിക്കാൻ തയ്യാറായിട്ടിരിപ്പുള്ളത് കൊണ്ട് ഞാനിങ്ങനെ വാക്യം വായിക്കാനൊന്നും അവസരങ്ങൾ വളരെ ചുരുക്കമാണ് തരുന്നത്. എങ്കിലും സഹോദരൻ റെഡി ആയിട്ടിരിക്കുന്നതുകൊണ്ട് നമുക്കത് വായിച്ച് കേൾക്കാം. 119:18. നിന്റെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എൻ്റെ കണ്ണുകളെ തുറക്കണമേ. മതി. അവിടെ സങ്കീർത്തനക്കാരൻ്റെ ഒരു വലിയ പ്രാർത്ഥനയാണ്. ലോർഡ് ഓപ്പൺഡ് മൈ ഐസ് ടു സീ ദ വണ്ടേഴ്സ് ഓഫ് ദ വേൾഡ്. നിന്റെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എൻ്റെ കണ്ണുകളെ തുറക്കണം. ഇത് നമ്മുടെ ഒരു പ്രാർത്ഥനയായിരിക്കട്ടെ. നമ്മൾ ദൈവവചനം ധാരാളം കേട്ട് എന്താണ് എൻ്റെ ഉത്തരവാദിത്വം, വാട്ട് ഇസ് മൈ റെസ്പോൺസിബിലിറ്റി, എൻ്റെ ആ ഒരു ഉത്തരവാദിത്വം എന്താണ്? ഈ ഉത്തരവാദിത്വം, റെസ്പോൺസിബിലിറ്റി എന്നുള്ളതിനേക്കാൾ, ഞാനത് സബ്ജക്റ്റ് തന്നപ്പോൾ തന്നെ പറയണമെന്നുണ്ടായിരുന്നു, പക്ഷെങ്കിൽ അത് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു കൺഫ്യൂഷനായിട്ട് മാറാൻ സാധ്യതയുള്ളത് കൊണ്ടാണ്. ദൈവസഭയോടുള്ള ബന്ധത്തിൽ നമ്മളുടെ ഉത്തരവാദിത്വത്തെക്കാൾ എൻ്റെ നിർബന്ധങ്ങളാണ്. മനസ്സിലായല്ലോ? എൻ്റെ നിർബന്ധം. ഉത്തരവാദിത്വം ഇസിക്കൽ ടു നിർബന്ധം.
അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യരോട് പറയുമ്പോൾ, എടുക്കുന്നില്ല വാക്യം, കൊരിന്ത്യരോട് പറയുമ്പോൾ സുവിശേഷം അറിയിക്കുന്നതിനെ കുറിച്ച് പൗലോസ് പറയുന്ന ഒരു വാക്കുണ്ട്. ക്രിസ്തുവിന്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു. ഞാൻ എന്തിനാ സുവിശേഷം പറയുന്നത്? നമ്മൾ പറയും ഇതെന്റെ കടമയാണ്, ഇതെന്റെ കടപ്പാടാണ്, ഇതെന്റെ ഉത്തരവാദിത്തമാണ്, എന്നെ അതിനായിട്ടാണ് വിളിച്ചിരിക്കുന്നത്. പക്ഷെ പൗലോസിനോട് ചോദിച്ചാൽ പൗലോസ് പറയും ക്രിസ്തുവിന്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു. അപ്പൊ ദൈവസഭയോടുള്ള ബന്ധത്തിൽ എൻ്റെ ഉത്തരവാദിത്തമല്ല, ഇതെന്റെ നിർബന്ധമാണ്. പക്ഷെ എന്ത് നിർബന്ധമാണ്? ഏത് നിർബന്ധമാണ്? അതിൻ്റെ ആന്തരിക നിർബന്ധമായിട്ടോ. എൻ്റെ ഇന്നർ നിർബന്ധത്തിന് പല വാക്കുകളുണ്ട്. പൗലോസ് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഗോഡ്സ് ലവ് കൺസ്ട്രെയിനത്ത് മീ. കൺസ്ട്രെയിനത്ത്, അതാ നിർബന്ധം. നമ്മളിപ്പോൾ സാധാരണ നിർബന്ധമൊക്കെ നമ്മുടെ സഭയിൽ എല്ലായിടത്തും ഉണ്ട്. എല്ലാ സഭയിലും ഇന്ന് നിർബന്ധങ്ങളുടെ ഒരു ബഹളമാണ്. പക്ഷെ ആ നിർബന്ധമല്ല, ഫിസിക്കൽ നിർബന്ധമോ അല്ലെ എൻ്റെ ബുദ്ധിയുടെ വൈഭവമോ എൻ്റെ പരിജ്ഞാനത്തിൻ്റെ നിർബന്ധമോ ഞാനിവിടെ ആയിരിക്കുന്നത് കൊണ്ടോ എൻ്റെ സാഹചര്യങ്ങളോ ഇതൊന്നും ആകാനായിട്ട് പാടില്ല. ഇതൊന്നും അല്ല, എല്ലാം പൗലോസിനെതിരായി. നമ്മൾ പലപ്പോഴും ആത്മീകരാകുന്നതും ആത്മീകമായ ശുശ്രൂഷകൾ ചെയ്യുന്നതും രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, അവസരമുള്ളത് കൊണ്ടും സാഹചര്യമെല്ലാം ഒത്തുവരുന്നുണ്ടാണ്. ഇതെല്ലാം വിരുദ്ധമായാലോ, ഇതെല്ലാം എതിരായാലോ നമ്മുടെ ഉത്തരവാദിത്വങ്ങളൊന്നും വരുന്നില്ല. അപ്പോൾ ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കുന്ന ദൈവത്തിൻ്റെ ജനം, ദൈവത്തിൻ്റെ മക്കൾ, അതിന് ദൈവദാസന്മാരെന്നോ ദൈവത്തിൻ്റെ മക്കളെന്നോ വ്യത്യാസമൊന്നുമില്ലാതെ നമ്മളെല്ലാവരും തെരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രത്യേക വിഭാഗമാണ് അവൻ്റെ ശുശ്രൂഷ ചെയ്യുന്നതിന് വേണ്ടി. പൗലോസ് തൻ്റെ ലേഖനങ്ങളിലെല്ലാം ആവർത്തിക്കുന്നത് തന്നെയാണ്. അപ്പോൾ കൃപയാൽ നമ്മൾ രക്ഷിക്കപ്പെട്ടു, കൃപയാൽ വിശ്വാസം മൂലം നമ്മൾ രക്ഷിക്കപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് പൗലോസ് 10 പറയുകയാണ്, എഫെസ്യർ 2:10 പറയുന്നത് നാം അവൻ്റെ കൈപ്പണിയാണ്. വി ആർ ഹിസ് വർക്ക്മാൻഷിപ്പ്. നമ്മളെ അവൻ്റെ കൈപ്പണിയാക്കി വെച്ചിരിക്കുക. കൈപ്പണി എന്ന് പറഞ്ഞാൽ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് വർക്ക്മാൻഷിപ്പ് എന്ന് പറഞ്ഞാൽ അവൻ നമ്മളെ മോൾഡ് ചെയ്തുകൊണ്ടിരിക്കുക, മോൾഡ് ചെയ്ത് വെച്ചേക്കാം. അപ്പൊ കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യാൻ, ദൈവസഭയുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാൻ നമുക്ക് വേണ്ട ഒരു പ്രത്യേക ഒരു പദവി എന്നോ ട്രെയിനിങ് എന്നോ അതെന്താണെന്ന് ചോദിച്ചാൽ ഇതാണ് വർക്ക്മാൻഷിപ്പ്. കർത്താവ് നമ്മളെ മോൾഡ് ചെയ്യണം. ഞാൻ എന്നെ തന്നെ മോൾഡ് ചെയ്താൽ പോരാ, ഞാൻ എന്നെ തന്നെ ഒരുക്കിയാൽ പോരാ, ഞാൻ എന്നെ തന്നെ സമർപ്പിച്ചാൽ മാത്രം പോരാ. നമ്മളെ കർത്താവ് മോൾഡ് ചെയ്യണം. എങ്ങനെയാ മോൾഡ് ചെയ്യുന്നത്? കർത്താവ് എങ്ങനെയാ നമ്മളെ മോൾഡ് ചെയ്യുന്നത്? അത് നമുക്ക് ചിന്തിക്കാം, അത് വരുന്നുണ്ട്. ഇന്നൊരു ഇൻട്രൊഡക്ഷൻ ആയതുകൊണ്ട് എല്ലാം ഒന്ന് തുടക്കം ഇട്ടിട്ട് ഞാനിങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അപ്പം ചുരുക്കത്തിൽ കർത്താവ് എന്നെ മോൾഡ് ചെയ്തെങ്കിലേ അവൻ്റെ ശുശ്രൂഷ ചെയ്യാനായിട്ട് ഞാൻ നിർബന്ധിക്കപ്പെടുന്നുള്ളൂ. വാക്കോർത്തിരിക്കണം, കർത്താവിനെ മോൾഡ് ചെയ്തെങ്കിൽ മാത്രമേ എനിക്ക് ഒരു നിർബന്ധം അതിനോടുള്ള ബന്ധത്തിൽ ഉണ്ടാകുന്നുള്ളൂ. അപ്പോൾ ഇവിടെ ദാവീദ് പ്രാർത്ഥിക്കാൻ, ദാവീദാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു, ദാവീദ് പ്രാർത്ഥിക്കുകയാണ്, നിന്റെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന്. അപ്പോൾ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങൾ എങ്ങനെ കാണാൻ പറ്റും? ദാവീദ് അങ്ങനെ പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ടോ? ദാവീദിനാൽ വിരചിതമായ വരികളെല്ലാം ഇന്ന് ന്യായപ്രമാണമാണ്. ദാവീദിനാൽ വിരചിതമായ ആ വാക്കുകളും വരികളും എല്ലാം ഇന്ന് ന്യായപ്രമാണത്തിന്റെ ഭാഗമാണ്, ദൈവവചനത്തിന്റെ ഭാഗമായി തീർന്നു. ആ മനുഷ്യൻ പ്രാർത്ഥിക്കുകയാണ്, നിന്റെ ന്യായപ്രമാണത്തിലെ അത്ഭുതം. അപ്പം ഇതിനുള്ളിൽ എന്തോ ഒരു സംഭവം വേറെയുണ്ട്, അത് നമുക്ക് തിരിച്ചറിയണം. അതിന് കർത്താവ് പഠിപ്പിച്ച പാഠമാണ്, കർത്താവാണ് അത് വളരെ വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. അപ്പോസ്തലന്മാർ അത് പ്രാവർത്തികമാക്കി. 3 വാക്കുകൾ ഓർത്തിരിക്കുക. ഒന്ന്, എക്സ്പൗണ്ട്. ഒന്നാമത്തെ വചനം എക്സ്പൗണ്ട്. കൃത്യമായിട്ടുള്ള മലയാളം നമുക്ക് ആ വാക്കുകൾ എടുത്താൽ ചിലപ്പം അതിന് വ്യത്യസ്തത വരാൻ സാധ്യതയുണ്ട്. ഈ ഇംഗ്ലീഷ് വാക്ക് ഓർത്തിരിക്കുക. 1 എക്സ്പൗണ്ട്, 2 എക്സ്പോസിറ്റ്, 3 എക്സ്പ്ലെയിൻ. ഈ 3 വാക്കുകൾ നമ്മൾ ഓർത്തിരിക്കണം ദൈവവചനത്തോടുള്ള ബന്ധത്തിൽ.
അപ്പോൾ നമ്മൾ ദൈവവചനം പഠിക്കാൻ പോവുകയാണ്. ദൈവവചനത്തിലെ യാഥാർത്ഥ്യങ്ങളും റിയാലിറ്റീസും നമ്മൾ അതിലെ സത്യങ്ങൾ, ട്രൂത്ത് നമ്മൾ പഠിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ അത് നമ്മൾ പഠിക്കുമ്പോൾ ആ വണ്ടേഴ്സ് ആണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ വണ്ടേഴ്സ് നമുക്ക് കിട്ടണം. അതിന് ലൂക്കോസിന്റെ വിശേഷം 24-ാം അധ്യായത്തിൽ ഈ 3 വാക്കുകൾ നമുക്ക് അവിടെ വരുന്നുണ്ട്. 3 വാക്കുകൾ അതിൻ്റെ ഞാൻ ഈ പറഞ്ഞ അതേ വാക്കുകൾ ഒരു പക്ഷെങ്കിൽ അവിടെ വരത്തില്ല, മീനിങ് അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. കർത്താവ് പറഞ്ഞത്, മോശ തുടങ്ങി സകല പ്രവാചകന്മാരിലും എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നത് അവർക്ക് എന്ത് ചെയ്തു കൊടുത്തു? വ്യാഖ്യാനിച്ചു കൊടുത്ത. അപ്പൊ മോശ തുടങ്ങി സകല പ്രവാചകന്മാരിലും, അപ്പോൾ അതിൽ ഒന്നും പെട്ടിട്ടില്ല, എല്ലാ പുസ്തകങ്ങളും മോശ തുടങ്ങി സകല പ്രവാചകന്മാരും എഴുതി വെച്ചിരിക്കുന്നതിൽ എന്നെ കുറിച്ചുള്ളത് അവർക്ക് എന്ത് ചെയ്തു കൊടുത്തു? വ്യാഖ്യാനിച്ചു കൊടുത്തു. അപ്പൊ എന്താ ദാവീദ് പ്രാർത്ഥിച്ചേ? നമ്മുടെ കർത്താവ് ജനിക്കുന്നതിന് 600 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ വിളിച്ചു പറയുകയുണ്ടായി, അവൻ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ മനസ്സിൽ ആ വാക്യങ്ങൾ വരുമ്പോ അങ്ങ് പറയണം, അവൻ ആരായിരിക്കും എന്നോണം. അവൻ അത്ഭുത മന്ത്രി. He is the wonder. He is the only one wonder. നമ്മുടെ കർത്താവാ അതിന്റെ വണ്ടർ എന്ന് പറയുന്നത്. അപ്പോൾ തന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നത് He is a wonderful counselor. അപ്പൊ നമ്മുടെ കർത്താവിന്റെ ഒരു പേരാണ് വണ്ടർ, അത്ഭുതം, വണ്ടർ. അപ്പം തന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നത് അവൻ അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു, എക്സ്പൗണ്ട് ചെയ്തു കൊടുത്തു. അപ്പം ഈ എക്സ്പൗണ്ട് ചെയ്ത് കർത്താവ് കൊടുത്തു. ശിഷ്യന്മാർക്ക് അത് കൊടുക്കേണ്ട ആവശ്യം എന്തായിരുന്നു? അങ്ങനെ കൊടുക്കേണ്ട ആവശ്യം. 3.5 വർഷം കർത്താവിന്റെ കൂടെ ഇപ്പം നടന്നു. 3.5 വർഷം നടന്നു. കർത്താവ് മരിച്ചടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. അപ്പോൾ ഇവർക്കിത് കൊടുത്തില്ലെങ്കിൽ എന്താ പറ്റിയേ? ഇവർക്ക് ഇത് കർത്താവ് കൊടുക്കുന്നില്ല, എന്താ സംഭവിക്കുന്നത്? മനസ്സിലാവത്തില്ല. യോഹന്നാൻ സ്നാപകൻ ചോദിച്ച അതേ ചോദ്യം ചോദിക്കും, വരുവാനുള്ളവൻ, ഒന്നാലോചിച്ചേ, വരുവാനുള്ളവൻ നീയോ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. വി വിൽ ഡൗട്ട് അബൌട്ട് അവർ ലോർഡ്. നമ്മുടെ കർത്താവിനെ കുറിച്ച് നമ്മൾ തന്നെ സംശയിക്കും. അപ്പോൾ ആ സംശയം ഉളവാകാതിരിക്കുവാൻ അതിലുള്ള ആ ഒരു യാഥാർത്ഥ്യത്തിലേക്ക് നമ്മൾ ആഴമായിട്ട്, ഇനി അത് മാത്രമല്ല, ഈ ലൂക്കോസിന്റെ വിശേഷം 24-ാം അധ്യായത്തിൽ തന്നെ അവൻ ഇത് തെളിയിച്ചു തരുമ്പോൾ നമ്മുടെ ഹൃദയം എന്ത് ചെയ്തുകൊണ്ടിരുന്നു? കത്തിക്കൊണ്ടിരുന്നില്ലയോ? അപ്പം ഈ തെളിയിക്കുക, ഒന്നാമത്തേത് എക്സ്പൗണ്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൽ ആ വാക്ക് കാണത്തേ ഇല്ല, ആ സംഭവം ഒന്നും കാണത്തില്ല. അതിൽ നിന്ന് വേറൊരു വാക്ക് പറഞ്ഞാൽ എക്സ്ട്രാക്ട് ചെയ്യുക, എക്സ്ട്രാക്ട് ചെയ്തെടുക്കുക. വ്യാഖ്യാനിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതിൽ നിന്ന് നമ്മളിങ്ങനെ എക്സ്ട്രാക്ട് ചെയ്ത്, എന്താ അതിന് പറയുന്നത് മലയാളം? എക്സ്ട്രാക്ട്, അതിൽ നിന്നുള്ള അതിൻ്റെ ആ സത്ത് ഇല്ലേ, അതിൻ്റെ ആ സത്ത് ഇങ്ങോട്ട് എടുക്കുകയാണ്. ശിഷ്യന്മാരോട് കർത്താവ് ഈ ഭൂമിയിൽ നിന്ന് കർത്താവ് സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് അവരെ വിളിച്ച പേരൊക്കെ നമുക്കറിയാം. അവരെ വിളിച്ച പേരുണ്ട്. എന്താ വിളിച്ചേ? മന്ദബുദ്ധികളെ, മന്ദബുദ്ധികളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലോ. അവര് സ്ലോയായി. എന്തിനു വേണ്ടി സ്ലോ ആയി? അവരുടെ എന്താണ് മന്ദമായി പോയത്? ആ മന്ദതയിൽ പോയതിന്റെ കാരണം എന്താണ്? അത് കഴിഞ്ഞിട്ട് കർത്താവ് അവരോടുള്ള ബന്ധത്തിൽ ചെയ്ത ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കർത്താവ് പോകുന്നതിന് മുമ്പ് കർത്താവ് അവരുടെ ബുദ്ധിയെ തുറന്നു. എന്ന് പറഞ്ഞാൽ ലോർഡ് ഓപ്പൺഡ് ദെയർ അണ്ടർസ്റ്റാൻഡിങ്. ബുദ്ധിയെ തുറന്നു എന്ന് പറഞ്ഞാൽ അവരുടെ അണ്ടർസ്റ്റാൻഡിങ്ങിനെ ദൈവം തുറന്നു. എന്താ ഈ അണ്ടർസ്റ്റാൻഡിങ്ങിനെ തുറന്നു എന്ന് പറഞ്ഞാൽ? ബുദ്ധിയെ തുറന്നു എന്ന് അത് നമുക്ക് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. ബുദ്ധിയെ തുറന്നു എന്ന് പറയുമ്പോൾ എന്താ? ഇവർ മണ്ടന്മാരായിരുന്നു, കർത്താവ് ഇവരെ ആരാക്കി തീർത്തു, മിടുക്കന്മാരാക്കി തീർത്തു. അങ്ങനെയൊന്നും അല്ല. ഇത്രയുള്ള കർത്താവിനെ കുറിച്ച് ഒരു ഡൗട്ടും വരാതിരിക്കത്തക്ക നിലയിൽ ന്യായപ്രമാണത്തിൽ നിന്ന്
പൗലോസും പത്രോസും ഈ ശിഷ്യന്മാരെല്ലാം പ്രസംഗിച്ചത് ന്യായപ്രമാണത്തിന്റെ ചരിത്രമെല്ലാം പറഞ്ഞിട്ട് ആ എത്യോപ്യയിൽ ആ ഷണ്ണൻ എന്തുകൊണ്ട് താൻ സ്നാനപ്പെടാൻ തയ്യാറായി? ഫിലിപ്പോസ് സുവിശേഷം പറഞ്ഞപ്പോൾ ഇതാ വെള്ളം, ഞാൻ സ്നാനമേൽക്കുന്നതിന് എന്ത് വിരോധം? എന്തുകൊണ്ട് താൻ അങ്ങനെ ഒരു തീരുമാനമെടുത്തു? നമ്മൾ ഇനി അടുത്ത വാക്ക് അതാണ് ചിന്തിക്കാൻ പോകുന്നത്. എന്തുകൊണ്ട് താൻ അങ്ങനെ ഒരു തീരുമാനമെടുത്തു ചോദിക്കുന്നുണ്ട്. ഈ വായിക്കുന്നത് നിനക്ക് തിരിയുന്നോ? മനസ്സിലാവുന്നുണ്ടോ? കർത്താവ് അതേ ചോദ്യം ചോദിച്ചു. ഞാൻ ഈ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അവരെന്താ പറഞ്ഞു? ഉവ്വ് ഉവ്വ്. അല്ലേ, തൃശ്ശൂർക്കാരുടെ ഭാഷയിലൊന്നും അല്ല, ഉവ്വ് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ അവർക്ക് എത്രത്തോളം മനസ്സിലായി? കർത്താവിന് വളരെ വ്യക്തമായിട്ട് അറിയാം അവർക്കൊന്നും മനസ്സിലായിട്ടില്ലെന്നുള്ളത്. പക്ഷെ അവർ പറഞ്ഞപ്പോൾ മനസ്സിലായി. ഞാൻ ഈ പറഞ്ഞതെല്ലാം അവിടെ വളരെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. ഞാൻ ഈ പറഞ്ഞതൊക്കെ നിങ്ങൾ ഗ്രഹിച്ചുവോ? ആ വാക്കാ. മനസ്സിലായോ എന്ന് ചോദിക്കുന്നതിലും കർത്താവ് ചോദിച്ച ഇങ്ങനെയാ, ഞാൻ ഈ പറഞ്ഞതൊക്കെ നിങ്ങൾ ഗ്രഹിച്ചുവോ? ഉപമയാ പറഞ്ഞത്. ആ ഉപമയായിട്ട് അവർക്ക് മനസ്സിലായി. പക്ഷേ ഗ്രഹിച്ചോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളടക്കം നിങ്ങൾക്ക് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റിയോ? അന്നേരം പറഞ്ഞു ഉവ്വെന്ന്. പക്ഷെ രാത്രിയിൽ കർത്താവ് അവരെ പിടിച്ചിരുത്തി എന്ത് ചെയ്തു കൊടുത്തു? ആ ഉപമയിൽ നിന്നും സന്ദേശം, ദ മെസ്സേജ്, അത് എക്സ്ട്രാക്ട് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റി. അപ്പോൾ എക്സ്പോസിറ്റ് ചെയ്യുമ്പോൾ അതിനെ എക്സ്പോസിറ്റ് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എക്സ്പൗണ്ടിങ് ആണ്. അപ്പം എക്സ്പൗണ്ടിങ്, എക്സ്പോസിറ്റ്, അതിൻ്റെ താഴെയാണ് എക്സ്പ്ലനേഷൻ. അപ്പം നമ്മൾ ഒരു പടി ഈ എക്സ്പ്ലനേഷനിൽ നിൽക്കരുത്. എക്സ്പ്ലനേഷനിൽ നിന്ന് എക്സ്പോസിഷനിലേക്ക് പോവുക, അതിൽ നിന്ന് എക്സ്പൗണ്ടിലേക്ക് പോവുക. അപ്പോൾ മാത്രമേ നമ്മളെല്ലാം ബൈബിൾ കാണാതെ പഠിക്കാൻ പോവാ എന്ന് പറഞ്ഞാൽ നമ്മളങ്ങ് ബൈബിൾ കാണാതെ പഠിച്ച് ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ എല്ലാം പഠിച്ച് നമുക്കറിയാം, ബൈബിൾ അറിയാം. പക്ഷേ അതിൻ്റെ എക്സ്പ്ലനേഷൻ ഒരു പക്ഷെങ്കിൽ നമുക്കറിയാം. അതിൻ്റെ എക്സ്പോസിഷൻ അങ്ങോട്ട് കടക്കാൻ പറ്റുന്നുണ്ടോ? അതിൽ എക്സ്പൗണ്ട് ചെയ്ത് വണ്ടേഴ്സിനെ എടുക്കാൻ കഴിയണം. അതാണ് നമ്മളുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്തം. അപ്പം നമ്മൾ ബൈബിൾ പഠിക്കുന്ന എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് മറ്റുള്ളവരെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയോ, അല്ലെങ്കിൽ എൻ്റെ പരിജ്ഞാനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയോ, എനിക്ക് കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യുന്നതിന് വേണ്ടി പ്രസംഗിക്കും. ഇതിലെല്ലാം ഉപരിയായിട്ട് ദാവീദ് പ്രാർത്ഥിച്ച് നിന്റെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടത്. ദാവീദിന്റെ സങ്കീർത്തനങ്ങളെല്ലാം ഏറ്റവും കൂടുതലും മശിഹ സങ്കീർത്തനങ്ങൾ. മശിഹ എന്നൊരു വാക്കെങ്കിലും കാണുന്നുണ്ടോ? പിന്നെ ആരാ ഇതിനൊക്കെ മശിഹ സങ്കീർത്തനം എന്ന് പേര് കൊടുത്തേ? വണ്ടേഴ്സ് തിരിച്ചറിയാൻ പറ്റിയവരാ. അപ്പോൾ ന്യായപ്രമാണത്തിൽ നിന്ന്, ദൈവവചനത്തിൽ നിന്ന് നമുക്ക് ക്രിസ്തുവിനെ ഉൾക്കൊള്ളാൻ, ക്രിസ്തു അതാണ് നമ്മുടെ എല്ലാം, സകലവും അവനിലേക്ക്, അവങ്കലേക്ക്, അവനാൽ ക്രിസ്തുവിനെ നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കണം. അതാണ് ആ ക്രിസ്തുവിന്റെ സ്നേഹമാണ് എന്നെ നിർബന്ധിക്കേണ്ടത്. അപ്പോൾ ഇനി നിന്റെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് അക്ഷരങ്ങളെക്കാൾ അത്ഭുതത്തിന് പ്രാധാന്യം കൊടുക്കുക. ഇനി പൗലോസ് പറഞ്ഞത് അക്ഷരം എന്ത് ചെയ്യുന്നു? കൊല്ലുന്നു. അക്ഷരം കൊല്ലുന്നു, ആത്മാവോ ജീവിപ്പിക്കുന്നു. അപ്പം അക്ഷരത്തിൽ ഉള്ള ആത്മാവാണ് നമ്മുടെ ഇമ്പോർട്ടൻ്റ്. അക്ഷരത്തിൽ ഒരു ആത്മാവ് ഉണ്ടായിരിക്കണം, ഒരു സോൾ ഉണ്ടായിരിക്കണം, ഒരു സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ ആ അക്ഷരങ്ങളിൽ ഉൾക്കൊണ്ടിരിക്കുന്ന ആ ആശയം നമ്മൾ അങ്ങനെ അത് മനസ്സിലാക്കണമെങ്കിൽ എന്താ ചെയ്യണ്ടേ? അത് മനസ്സിലാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ആ ആത്മാവ് നമുക്ക് തിരിച്ചറിയണമെങ്കിൽ അതിരിക്കട്ടെ, നമുക്ക് അതിനെയൊക്കെ അത് കണ്ടെത്താം, അതിനെ കുറിച്ച് നമുക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കാം. ഇനി ഇതങ്ങ് തിരിച്ചറിഞ്ഞു, അല്ലെങ്കിൽ ഈ വണ്ടേഴ്സ് എനിക്ക് മനസ്സിലായി. ഈ വണ്ടേഴ്സ് എന്ന് പറയുന്നതിന് ഞാനിപ്പോൾ അതിൻ്റെ ഒരു മീനിങ് മാത്രമാണ് ഞാനിവിടെ പറഞ്ഞത്. രണ്ടാമത്തെ ഒരു മീനിങ് എന്ന് പറഞ്ഞാൽ ദ ഡിസയർ ഓഫ് ദ ലോർഡ്. നമ്മുടെ ദൈവത്തിൻ്റെ ആഗ്രഹമാണ് ഈ വണ്ടർ എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ ആഗ്രഹം, ക്രിസ്തുവിൻ്റെ ആഗ്രഹം. അപ്പം നിന്റെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എൻ്റെ കണ്ണുകളെ തുറക്കണം, എൻ്റെ ബുദ്ധിയെ തുറക്കണം എന്ന് പറഞ്ഞാൽ, എൻ്റെ വിവേകത്തെ തുറക്കണമെന്ന് പറഞ്ഞാൽ, ദൈവമേ നിന്റെ ആ ഡിസയർ എന്താ, നിന്റെ ആഗ്രഹം എന്താ?
അതെനിക്ക് മനസ്സിലാക്കണം, ഡിസയർ എനിക്ക് മനസ്സിലാക്കണം. ഇനി വേറൊരു വാക്ക്, മിസ്റ്ററീസ്, മർമ്മങ്ങൾ, മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. ഇപ്പൊ ദൈവവചനം എഴുതിപ്പിച്ചപ്പോൾ ദൈവത്തിൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ്, ഇത് എല്ലാവർക്കും മനസ്സിലാകാൻ പാടില്ല. തെറ്റിദ്ധരിക്കല്ലേ എന്നെ, ഇതെല്ലാവർക്കും എന്ത് ചെയ്യാൻ പാടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ ഇവിടെ വിളിച്ചു വരുത്തേണ്ട ആവശ്യമുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ സഭയിൽ ചിലരെ തിരഞ്ഞെടുക്കേണ്ട ആവശ്യമുണ്ടോ? അതിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല. എല്ലാവർക്കും മനസ്സിലാക്കാൻ പാടില്ല. പിന്നെ ആർക്ക് മനസ്സിലാകണം? ഇതെല്ലാം നമ്മുടെ ഉള്ളിലുള്ള ചോദ്യങ്ങളാകട്ടെ. പക്ഷേ ദൈവത്തിൻ്റെ ഡിസയേഴ്സ്, ദൈവത്തിൻ്റെ മിസ്റ്ററീസ്, വണ്ടേഴ്സ്, ഇനിയും ദൈവത്തിൻ്റെ പ്ലാനാണ് ഈ വണ്ടേഴ്സ് എന്ന് പറയുന്നത്. ആ പറഞ്ഞിരിക്കുന്ന വണ്ടേഴ്സ് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പ്ലാനാ. എല്ലാവർക്കും ദൈവത്തിൻ്റെ പ്ലാൻ വെളിപ്പെടുത്തി കൊടുക്കത്തില്ല ദൈവം, എല്ലാവർക്കും അത് തിരിച്ചറിയാൻ പറ്റത്തില്ല. പക്ഷെ ദാവീദ് പ്രാർത്ഥിക്കുകയാണ്, ഇതെല്ലാം എഴുതി വെച്ചിട്ടും പ്രാർത്ഥിക്കുക, ദൈവമേ, നിന്റെ ന്യായപ്രമാണത്തിലെ നീ എനിക്ക് തന്നതുണ്ടല്ലോ, അതിലെ അത്ഭുതങ്ങളെ കാണാൻ എൻ്റെ കണ്ണുകളെ ഒന്ന് തുറക്കണേ. ദാവീദ് അത് പ്രാർത്ഥിച്ചെങ്കിൽ ഇനി പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ ശ്രേഷ്ഠത നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആട്ടെ, ഇത് നമുക്ക് മനസ്സിലായാൽ എൻ്റെ ഉത്തരവാദിത്വം എന്താ? ഇതങ്ങ് എനിക്ക് മനസ്സിലായി, ഈ വണ്ടേഴ്സ് എനിക്ക് മനസ്സിലായി, ഡിസയർ, വിൽ, മിസ്റ്ററി, ഇതൊക്കെ എനിക്ക് മനസ്സിലായാൽ എൻ്റെ ഉത്തരവാദിത്വം എന്താ? ഞാൻ എന്താ ചെയ്യേണ്ടത്? ദാവീദ് ദൈവസന്നിധിയിൽ ഒരു പ്രതിജ്ഞ ചെയ്തു, ഒരു ഉടമ്പടി ചെയ്തു. അതാണ് 32-ാമത്തെ വാക്യത്തിൽ പറയുന്നത്. 32-ാമത്തെ വാക്യം, നീ എൻ്റെ ഹൃദയത്തെ വിശാലമാക്കുമ്പോൾ ഞാൻ നിന്റെ കൽപ്പനകളുടെ വഴികളിൽ ഓടും. മനസ്സിലായി? ഈ കണ്ണ് തുറന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? എൻ്റെ ഹൃദയം വിശാലമാകും. എൻലാർജിങ് ഓഫ് മൈ ഹാർട്ട്. എൻ്റെ ഹൃദയം വിശാലമായാൽ, എൻ്റെ ഹൃദയത്തെ അങ്ങ് വിശാലമാക്കി കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്നത്, ഞാൻ നിന്റെ കൽപ്പനകളുടെ വഴിയിൽ ഞാൻ എന്ത് ചെയ്യും? ഓടും. ഒന്ന് ചോദിച്ചേ, നമ്മളോട് തന്നെ ഒന്ന് ചോദിച്ചേ, ഈ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളും അതെല്ലാം ഞാനിങ്ങനെ കേട്ട് എൻ്റെ മനസ്സ് തഴപ്പിച്ചിരിക്കുക. പക്ഷെ ഇന്ന് വരെ ആ കൽപ്പനയുടെ വഴിയിലൂടെ ഓടാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടോ? ഇനിയും ഓടും എന്ന് ദൈവത്തിന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? കണ്ണ് തുറക്കത്തുള്ളൂ, ഈ ഒരു സംഗതി കൊടുക്കത്തുള്ളൂ. ഇത് നമ്മളെപ്പോഴും ഓർത്തിരിക്കണം. ഇനി ഓടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് സുവിശേഷ വേല ചെയ്യാമെന്നൊന്നും അറിഞ്ഞത് അതല്ല ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. നിന്റെ കൽപ്പനകളുടെ വഴിയിൽ ഓടാൻ തക്കവണ്ണം എൻ്റെ കണ്ണുകളെ ഒന്ന് തുറന്ന് നിന്റെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ എനിക്കൊന്ന് വെളിപ്പെടുത്തി തരണം. ഇനി അതിനുവേണ്ടി ദാവീദ് എന്താ ചെയ്യുന്നതെന്നറിയാമോ? അടുത്തൊരു വാക്യം നോക്കിയേ. ഈ സങ്കീർത്തനം തന്നെ ദൈവവചനത്തോടുള്ള ബന്ധത്തിൽ നമ്മുടെ ഉത്തരവാദിത്തങ്ങളെ കാണിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് 131-ാമത്തെ വാക്യം നോക്കിയേ. 130 കൂടെ ഒന്ന് വായിച്ചോ. 130 കൂടെ വായിച്ചിട്ട്, നിന്റെ വചനങ്ങളുടെ വികാസനം പ്രകാശപ്രദമാകുന്നു, അത് അല്പബുദ്ധികളെ ബുദ്ധിമാന്മാരാക്കുന്നു. നിന്റെ വചനങ്ങളുടെ വികാസനം അതെന്താകുന്നു? പ്രകാശപ്രദമാകുന്നു എന്ന് പറഞ്ഞാൽ നിന്റെ വചനത്തിന്റെ ആ തെളിമ നമുക്കറിയാം. നിലവിളക്കിൽ ഉപയോഗിക്കേണ്ട എണ്ണ അത് ഒലിവെണ്ണയായിരിക്കണം. ഇനി അതിന്റെ പ്രത്യേകത എന്താ? അത് ഹാൻഡ് മെയ്ഡ് ആയിട്ട് ഇടിച്ചെടുത്തതായിരിക്കണം. പിന്നെ അത് മട്ടൂറിയതായിരിക്കണം. അതാലോചിച്ച്, അല്ലാതെ എല്ലാ എണ്ണയും ഉപയോഗിക്കാൻ പറ്റത്തില്ല. അത് ഇടിച്ചെടുത്തതായിരിക്കണം, മട്ടൂറിയതായിരിക്കണം. നമുക്കറിയാം, പണ്ട് ഈ കൊപ്രയൊക്കെ ആട്ടിയിട്ട് തേങ്ങ ഉണക്കി അത് കൊപ്രയാക്കി അത് ഈ ചക്കിലിട്ട് ആട്ടി ആ വെളിച്ചെണ്ണ പാത്രത്തിൽ അതിങ്ങനെ വെച്ചേക്കും. എന്തിനു വേണ്ടിയാ? ദിവസങ്ങൾ ഒരു പക്ഷെങ്കിലും വെച്ചേക്കും. അതിൻ്റെ മട്ട് നമുക്ക് ഊറ്റാൻ എന്തെങ്കിലും മാർഗം ആരെങ്കിലും കണ്ടുപിടിച്ചിട്ടുണ്ടോ? ഒന്നുമില്ല. എന്ത് ചെയ്തേ പറ്റൂ? അതവിടെ വെച്ചേ പറ്റൂ.
അതുകൊണ്ടാണ് ദാവീദ് 1-ാം സങ്കീർത്തനത്തിൽ പറയുന്നത്, നിന്റെ ന്യായപ്രമാണത്തെ ഞാൻ പകൽ, എന്തിനാ അതിൻ്റെ ആവശ്യം? മട്ടൂറണം. അതുമാത്രമേ എന്തിനുപയോഗിക്കാൻ പാടുള്ളൂ? ഈ നിലവിളക്കിന് ഉപയോഗിക്കാൻ പാടുള്ളൂ. നിലവിളക്ക് എവിടുത്തേതാണ്? ദൈവത്തിൻ്റെ ഭവനത്തിലെ വിളക്കാണ്. ദൈവത്തിൻ്റെ ഭവനത്തിൽ കൊളുത്തുന്ന ആ വിളക്കിൻ്റെ ദീപത്താൽ ദൈവസഭയിലെ ശുശ്രൂഷകൾ ചെയ്യപ്പെടണം. അപ്പോൾ ദൈവവചനം കൊടുക്കുവാൻ ഭരമേൽപ്പിക്കപ്പെട്ട, ഉത്തരവാദിത്തപ്പെട്ട ദൈവമക്കൾ, ദൈവദാസന്മാർ, ഇത്ര വലിയ അങ്ങനെയൊക്കെ നമുക്കൊന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? അപ്പോൾ ദൈവവചനത്തോടുള്ള ബന്ധത്തിൽ എത്രമാത്രം ഉത്തരവാദിത്വം എനിക്കുണ്ട്. അപ്പോൾ നിന്റെ വചനങ്ങളുടെ വികാസനം, ആ എൻലൈറ്റിങ്. ഇനിയും നമുക്കറിയാം, ഈ വിളക്ക് എപ്പോൾ തൊട്ട് എത്ര വരെ കത്തണം? 24 hours അല്ല, സന്ധ്യ മുതൽ രാവിലെ വരെ എന്ത് ചെയ്യണം? ഇത് കണ്ടിന്യൂസ് ആയിട്ട് കത്തണം. കണ്ടിന്യൂസ് ആയിട്ട്. ഇത് ഇനി ഒരു കാരണവശാലും ഇനി രാവിലെ ദീപം തുടയ്ക്കണം. രാവിലെ ദീപം തുടയ്ക്കണം. വൈകിട്ട് ഈ ദീപം കൊളുത്തണം. ഈ തെളിവുള്ള ഒലിവെണ്ണ അതിൽ ഒഴിക്കണം. പക്ഷേ കാലങ്ങൾ ഇങ്ങനെ കഴിയും. ആദ്യകാലത്തൊക്കെ ഇത് കൃത്യമായിട്ട് നടന്നു. അതിനുവേണ്ടി ദൈവം ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസിനെ തെരഞ്ഞെടുത്താക്കി പുരോഹിതന്മാർ അവരുടെ ശുശ്രൂഷ ചെയ്യണം. പക്ഷേ ശമൂവേലിൻ്റെ കാലം വന്നപ്പോൾ, ശമൂവേലിൻ്റെ കാലം, അതായത് ഏലിയുടെ കാലം വന്നപ്പോൾ, ആ ശമൂവേൽ ബാലനെ ഹന്ന ആ ദൈവഭവനത്തിൽ കൊണ്ടാക്കി. ആ കൊച്ചു കുഞ്ഞ് അവൻ നിലവിളക്ക് കെടുന്നതിന് മുമ്പേ പോയി കിടന്ന് ഉറങ്ങി. അപ്പൊ ആ കുഞ്ഞിന്റെ പേടി എന്താ? ഈ നിലവിളക്ക് കെട്ടാൽ ഇരുട്ടാണ്, പിന്നെ എനിക്ക് ഉറങ്ങാൻ പേടിയാണ്. അങ്ങനെ ഈ കുഞ്ഞ് പേടിക്കേണ്ട ആവശ്യമുണ്ടോ? ഒരു പുതിയ തലമുറ പേടിക്കേണ്ട ആവശ്യമുണ്ടോ? ഈ കുഞ്ഞ് ഉണരുന്നിടം വരെ ഈ വിളക്ക് കത്തേണ്ടതാ ഈ കുഞ്ഞ്. പക്ഷേ പുതിയ തലമുറയുടെ ഭയം, വിളക്ക് കെട്ടും. നമ്മളെക്കുറിച്ചൊക്കെ ആരാണ്ടൊക്കെ പറഞ്ഞു തുടങ്ങി. ഒരു 5 വർഷം കൂടെ കഴിയുമ്പം, ഒരു കാലത്ത് നമ്മളെക്കുറിച്ച് അറിഞ്ഞതെന്താ? വേർപാടുകാർ. അവരാരാണെന്നാ പറഞ്ഞേ നമ്മളെക്കുറിച്ച്? ദൈവവചനം ഇതുപോലെ അറിയാവുന്ന, ഇതുപോലെ പഠിപ്പിക്കുന്ന, ഇതുപോലെ വ്യാഖ്യാനിക്കുന്ന വേറൊരു കൂട്ടം ഇല്ല. നമ്മുടെ പിതാക്കന്മാരെ കുറിച്ച് മറ്റുള്ളവർ പറഞ്ഞത് അങ്ങനെ. പക്ഷേ ഇന്ന് മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് പറയുന്നത് എന്താ? ഈ വിളക്ക് കെടും. എന്താ കാര്യം? നമ്മളില്ലെന്നോ, ഈ വിളക്ക് കെടുമെന്നോ ഒക്കെ എന്തുകൊണ്ട് മറ്റുള്ളവർ പറയുന്നു? അവരെന്തോ കണ്ടു. എന്താ ഈ ശമൂവേലിന്റെ കാലത്ത് ഈ കുഞ്ഞ് ഈ വിളക്ക് കെട്ടുപോകാനുള്ള കാരണം, അല്ലെങ്കിൽ ഈ കുഞ്ഞിന്റെ ഭയം എന്താ കാരണം? പുരോഹിതന്മാർക്ക് വേറെ ജോലിയാണ്. അവര് മുപ്പല്യമായിട്ട്, അല്ലേ, അവർക്ക് എങ്ങനെയെങ്കിലും ആഹാരം കഴിക്കണം. മുപ്പല്യമായിട്ട് അത് കുത്തിയെടുക്കുക, മറ്റു കാര്യങ്ങൾ, വേറെ കാര്യങ്ങൾ. പക്ഷെ അവരെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം അവർ ചെയ്യുന്നില്ല. അവരെ ദൈവം ഭരമേൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ അത് ചെയ്യുന്നില്ല. അവർക്കത് വളരെ വ്യക്തമായിട്ട് മനസ്സിലായി, അറിയാമായിരുന്നു. പക്ഷെ എന്നാലും അവർക്കത് ചെയ്യാനുള്ള മനസ്സില്ല. നമുക്കൊരു വലിയ ഉത്തരവാദിത്വം ഈ ദൈവവചനത്തോടുള്ള ബന്ധത്തിലുണ്ട്. ഇഫ് വി ആർ ബ്രദറൻ പീപ്പിൾ, നമ്മൾ വേർപാടുകാരാണെങ്കിൽ ദൈവവചനത്തിന് വേണ്ടി നമ്മൾ വെളിപ്പാട് പുസ്തകം സഭയെക്കുറിച്ചുള്ള ദൂതൊക്കെ പറയുമ്പോൾ നമ്മൾ എഫെസോസ് സഭയാണെന്ന് നമ്മൾ പറയാൻ അഭിമാനിക്കുമോ? ഇല്ല. അത് കഴിഞ്ഞിട്ട് സ്മുർണ, ഒരിക്കലും ഇല്ല. നമ്മൾ ആരാ അത് കൂട്ടത്തിൽ? ലവോദിക്കയാന്ന്? അല്ല. മറ്റുള്ളവരൊക്കെ വന്ന് പറഞ്ഞിട്ട് പോകും നമ്മൾ ലവോദിക്കരാന്ന്. പക്ഷെ നമ്മളല്ല. പിന്നെ ആരാ? നമ്മളേത് സഭയാ? ഫിലദൽഫിയ ബ്രദർലി ലവ്. കാരണം അവരെക്കുറിച്ചൊരു പ്രത്യേക കാര്യം കർത്താവ് പറയും, നിനക്ക് അല്പമേ ശക്തി ഉള്ളെങ്കിലും എന്ന് പറഞ്ഞാൽ നമ്മൾ ആളിലൊക്കെ അപ്പുറത്തൊക്കെ ചെന്ന് എന്തോ ആളാപ്പാ, എന്തോ ബഹളം, എന്തോ ആളാ. നമ്മൾ വളരെ, നിനക്ക് അല്പമേ ശക്തി ഉള്ളെങ്കിലും നീ എൻ്റെ വചനം, അതാരാ? അത് നമ്മളാ, അത് ബ്രദറുകാരാ. പക്ഷേ അത് കെട്ടുപോകുമോ?
പോവാതിരിക്കണമെങ്കിൽ നമുക്കൊരു വലിയ ഉത്തരവാദിത്വമുണ്ട്. വലിയൊരു ഉത്തരവാദിത്വമുണ്ട് നമ്മുടെ തലമുറയ്ക്ക് കൈമാറാൻ. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മളിൽ അവിടെ സ്റ്റോപ്പ് ആവുമോ? ആ റിലേയിൽ, ആ മത്സരത്തിൽ, ആ ഒരു ലിങ്കിൽ നമ്മളിപ്പോൾ എത്തി നിൽക്കുക. ഞാനൊരു 12 വർഷത്തിന് മുമ്പ് വന്നപ്പോൾ സഭകളിൽ ഉണ്ടായിരുന്ന ഒരുപാട് പിതാക്കന്മാർ, അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ ഇന്നില്ല. കുറച്ചു പേരുണ്ട്. ഇന്ന് നമ്മുടെ കയ്യിലല്ലേ? ആ ദീപശിഖ നമ്മളെ ഏൽപ്പിച്ചേക്കല്ലേ? നമ്മൾ സ്റ്റോപ്പ് ആവുമോ? നമ്മൾ അഭിമാനിക്കുന്നുണ്ട് നമ്മുടെ തലമുറകളെ ഓർത്ത്. എനിക്കത് പറയാൻ പറ്റില്ല. ഒരു പക്ഷെങ്കിൽ പറയാൻ പറ്റുന്നുണ്ടായിരിക്കാം. എൻ്റെ അപ്പച്ചൻ, എൻ്റെ വല്യപ്പച്ചൻ, ഞങ്ങളുടെ പിതാക്കന്മാർ ഈ സഭ ആരംഭിച്ചപ്പോൾ അവരുടെ ആ വീറും വാശിയും, ദൈവവചനത്തിന് വേണ്ടി അവർ നിലനിന്നത്, രാപ്പകൽ ദൈവവചനം വായിച്ചത്, പഠിച്ചത്, അവർ കർത്താവിന് ചിലരെ നേടുവാൻ, കർത്താവിന്റെ നാമത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ അവർ രാപ്പകൽ അധ്വാനിച്ചത്, ദൈവവചനത്തിന് മുമ്പിൽ ഇരുന്ന് ദൈവവചനം പഠിച്ചത്, പഠിപ്പിച്ചത്, അതിൻ്റെയൊക്കെ ഫലമാണ് നമ്മളിന്ന് അനുഭവിക്കുന്നേ. പക്ഷേ ആ സ്ഥാനത്ത് നിന്ന് നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട് ദൈവവചനത്തോടുള്ള ബന്ധത്തിൽ. അപ്പോൾ നിന്റെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണാൻ എൻ്റെ കണ്ണ് തുറക്കണം. തുറന്നാൽ എൻ്റെ ഹൃദയം വിശാലമാകും. എൻ്റെ ഹൃദയം വിശാലമായാൽ ഞാൻ നിന്റെ കൽപ്പനകളുടെ വഴികളിൽ ഓടും എന്ന് പറഞ്ഞാൽ എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഹിതം ഞാൻ തിരിച്ചറിഞ്ഞ് ആ വഴികളിലൂടെ ഞാൻ ഓടും. എൻ്റെ ഉത്തരവാദിത്വം നിറവേറ്റും. എൻ്റെ ആ പീരീഡ് കഴിയുമ്പോൾ നമ്മൾ വായിക്കും, സെക്കറിയാവിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. അവൻ തൻ്റെ ശുശ്രൂഷാകാലം കഴിഞ്ഞിട്ട് അവൻ വീട്ടിലേക്ക് പോയി. നമ്മൾ സാധാരണ ശവസംസ്കാരത്തിന് അതൊക്കെ പറയാറുള്ളത് അല്ലെന്നേ. നമുക്കൊരു പീരീഡ് ഇല്ലേ? ദൈവം തന്നിട്ടില്ലേ? എവിടെയായിരുന്നാലും എത്രയോ സ്ഥലം സഭകൾ ഒരു പക്ഷെങ്കിൽ മാറി മാറി നമ്മൾ പോയി യാത്ര ചെയ്തു. ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ മടങ്ങി നാട്ടിലേക്ക് വരും. നിങ്ങൾക്കൊരു സ്ഥലം സഭ അവിടെയും ലഭിക്കും. പക്ഷേ ഏത് സ്ഥലം സഭയിലായിരുന്നാലും, ഏത് ദേശത്തായിരുന്നാലും, എവിടെയായിരുന്നാലും ഞാൻ തിരിച്ചറിയണം എൻ്റെ പാട്ട് എന്താണ്, എൻ്റെ ഉത്തരവാദിത്വം എന്താണ്, എൻ്റെ ശുശ്രൂഷ ഞാൻ നിറപടിയായിട്ട് നിറവേറ്റിയോ? ആ സഭയോടുള്ള ബന്ധത്തിൽ എന്നെ കർത്താവ് ആക്കിയപ്പോൾ, എന്നെ ഇവിടെ കൊണ്ടുവന്നപ്പോൾ നിങ്ങളാരും അവിചാരിതമായിട്ട് ഇവിടെ വന്നതല്ല. നിങ്ങളെല്ലാവരും ദൈവത്തിൻ്റെ പ്ലാനിൽപ്പെട്ടവരാണ്. നിങ്ങളെ ഇവിടെ കൊണ്ടുവന്നത് കൊണ്ട് നിങ്ങൾക്കൊരു വലിയ ഉത്തരവാദിത്വമുണ്ട്. കേവലം നിങ്ങൾ ജോലി ചെയ്ത് കുറച്ച് പണം സമ്പാദിച്ച് അല്ലെങ്കിൽ കുടുംബത്തിന് വേണ്ടി സമ്പാദിച്ച് അതല്ല, അതിലുപരിയായിട്ട് ദൈവം നമ്മളെ ഒരു സ്ഥലത്ത് കൊണ്ടുപോകുമ്പോൾ, ദാനിയേലിനെ ബാബേലിലേക്ക് കൊണ്ടുപോയത് എന്തിനു വേണ്ടിയാ? യെരമ്യാവിനെ കൊണ്ടുപോയത് എന്തിനു വേണ്ടിയാ? അവരെല്ലാം തിരിച്ചറിയാൻ പറ്റി. അവർക്കെല്ലാം തിരിച്ചറിയാൻ പറ്റി. കാരണം അവരുടെ ആ അണ്ടർസ്റ്റാൻഡിങ്, അവരുടെ വിവേകം, അവർക്കത് മനസ്സിലാക്കാൻ പറ്റി. ദൈവത്തിൻ്റെ ഹിതം തിരിച്ചറിയാൻ പറ്റി. അതിന് ദാവീദ് പ്രാർത്ഥിക്കുന്ന നോയികെ, നിന്റെ വചനങ്ങളുടെ വികാസനം അത് പ്രകാശപ്രദമാകുന്നു, അത് അല്പബുദ്ധികളെ ബുദ്ധിമാന്മാരാക്കുന്നു. 131. നിന്റെ കൽപ്പനകൾക്കായി വാഞ്ചിക്കിയാൽ ഞാൻ എൻ്റെ വായ തുറന്ന് കിഴയ്ക്കുന്നു. നോക്കിയേ, എന്താ അങ്ങനെയൊക്കെ പറഞ്ഞേക്കെ ദാവീദ് പറഞ്ഞ, ഞാൻ നിന്റെ കൽപ്പനകൾക്കായി വാഞ്ചിക്കുക എന്ന് പറഞ്ഞ എൻ്റെ അർത്ഥം നിന്റെ കൽപ്പനകൾക്കായി ഞാൻ വാഞ്ചിക്കുകയാണെന്ന് എന്ന് പറഞ്ഞ്, കർത്താവേ നീ ഒന്ന് പറഞ്ഞാൽ ഞാനത് ചെയ്യാം. നമ്മൾ പത്രോസിനെ പലപ്പോഴും കുറ്റം പറഞ്ഞിട്ടുണ്ട്. നീ ആകുന്നു എങ്കിൽ ഞാൻ അങ്ങോട്ട് വരാൻ. നീ ആകുന്നു എങ്കിൽ നമ്മൾ പറയും അത് സംശയമാണ്, അതാണ് ഇതാണെന്നൊക്കെ. പക്ഷെ അല്ല, താൻ ഒറ്റക്കാരൻ. നീ പറഞ്ഞാൽ ഞാനത് ചെയ്യും. അത് പറയാൻ നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ, പത്രോസ് പറയുന്ന ആവർത്തിച്ചവൻ, നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം. സംശയമല്ല, നീ പറയണം. അതിനുവേണ്ടി പത്രോസൊക്കെ കാത്തിരുന്നിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്ന കർത്താവ് വെള്ളത്തിലൂടെ ഇങ്ങനെ നടന്നു വരുന്നു. പത്രോസും കൂട്ടരും വള്ളത്തിൽ തണ്ട് വലിച്ച് കുഴയുകയാണ്. ഞാൻ മനസ്സിലാക്കുന്ന പത്രോസ്, നമ്മൾ പറയല്ലേ ഈ ഓട്ടത്തിനൊക്കെ ആളുകൾ നിൽക്കുന്ന കണ്ടിട്ടുണ്ടോ? സെറ്റ് ഗോ എന്നും പറഞ്ഞ് ഓടാൻ വേണ്ടി, അങ്ങോട്ട് വിസിലടിക്കും ഓടാൻ വേണ്ടി. പത്രോസ് നീ ആകുന്നു എങ്കിൽ ഒന്ന് അനുസരിച്ച് ഇറങ്ങാൻ തയ്യാറായിട്ട് നിൽക്കുക. ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി, ഞാൻ വരാം, നടന്നു വരാം, നിന്റെ അടുക്ക് ഞാൻ വരാം. പക്ഷേ നീ പറയണം, നീ കൽപ്പിക്കണം. നീ ഒരു വാക്ക് പറഞ്ഞാൽ മതി. അടുത്ത വാക്ക് ശ്രദ്ധിച്ചോ, നിന്റെ കൽപ്പനകൾക്കായി എന്താണ്? വാഞ്ചിക്കയാൽ. ദൈവവചനം കേൾക്കുമ്പോൾ നമ്മളൊക്കെ പറയും, കർത്താവേ, നമ്മൾ പാടിയല്ലേ തേനിലും മധുരം ഇല്ലേ? ആ പാട്ട് പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ടാണോ നമ്മൾ പാടിയേ? പൂർണ്ണമായിട്ട് നമ്മൾ ഉൾക്കൊണ്ടോ? നീ വീട്ടിൽ പോയി അതിൻ്റെ വരിയൊക്കെ ഒന്ന് നോക്കണേ. നമ്മൾ പാടിയതാ. എന്തിനാണ് ദൈവത്തിൻ്റെ വചനം? അതെനിക്കുള്ളതാണ്, അതെനിക്ക് വേണ്ടിയുള്ളതാണ്.
അതെനിക്ക് തിരിച്ചറിഞ്ഞാൽ, അതെനിക്ക് മനസ്സിലായാൽ, ഞാൻ നിന്റെ കൽപ്പനകളുടെ വഴിയിൽ ഞാൻ ഓടും. ഇനിയും നിന്റെ കൽപ്പനകൾക്കായി വാഞ്ചിക്കിയാൽ ഞാൻ എൻ്റെ വായി തുറന്ന് കിഴയ്ക്കുന്നു. എന്തേ കിഴയ്ക്കുക എന്ന് പറഞ്ഞ്? കിഴയ്ക്കുക ഇംഗ്ലീഷിലൊക്കെ വായിക്കുമ്പോൾ നമുക്ക് ഒരു പരിധിവരെ നിങ്ങൾക്ക് മനസ്സിലാകും. ദാഹിച്ചു വലഞ്ഞ ഒരു നായ നാക്ക് വെളിയിലേക്ക് നീട്ടി പുറപ്പെടുവിക്കുന്ന ഒരു ശബ്ദമുണ്ട്. അതാണ് അവിടുത്തെ മീനിങ്. ദാഹിച്ച് വലഞ്ഞിരിക്കുന്ന ഒരു നായ തൻ്റെ നാക്ക് വെളിയിലേക്ക് നീട്ടി വെള്ളത്തിന് വേണ്ടി താൻ പുറപ്പെടുവിക്കുന്ന ഒരു ശബ്ദം, കിഴയ്ക്കുക. അതാ പറഞ്ഞിരിക്കുന്നേ. വെള്ളം കിട്ടിയാൽ ദാഹിച്ച് നീ ഒരു കൽപ്പന എനിക്ക് പറയാൻ വേണ്ടി, അല്ലെങ്കിൽ നിന്റെ ഒരു കൽപ്പന കേൾക്കുന്നതിന് വേണ്ടി. നോക്കിയേ, ഈ സങ്കീർത്തനത്തിൽ ദൈവവചനത്തോടുള്ള ബന്ധത്തിൽ ദാവീദിന്റെ ഉത്തരവാദിത്തങ്ങൾ പറയുക. ഇത് എഴുതിയിരിക്കുന്ന ദാവീദ് ന്യായപ്രമാണത്തോടുള്ള ബന്ധത്തിൽ തന്നിലൂടെ ദൈവം കൊടുത്ത ആ ന്യായപ്രമാണം അല്ല, മോശ തുടങ്ങിയുള്ള ആ ന്യായപ്രമാണത്തിലേക്ക് ദാവീദ് പറയുന്നു, ഞാൻ കഷ്ടതയിലായത് എനിക്ക് ഗുണമായി നിന്റെ ചട്ടങ്ങൾ പഠിക്കുവാൻ. അപ്പോൾ എനിക്ക് ഒരു ചട്ടമുണ്ട് ഓടാൻ. ദാവീദിന് മനസ്സിലായി എന്താണ് ആ ചട്ടം. ഗോല്യാത്തിനെ കൊന്നത് മുതൽ അവിടെ തൊട്ട് നമുക്ക് എടുക്കാം. ഗോല്യാത്തിനെ കൊന്നത് മുതൽ ഇങ്ങോട്ട് താൻ ആ സിംഹാസനത്തിലേക്ക് താൻ എഴുന്നള്ളാനായിട്ട് പോവുക, അങ്ങോട്ട് ആരോഹണം ചെയ്തുകൊണ്ട് വരികയാണ്. പക്ഷെങ്കിൽ താൻ ഇങ്ങനെ മാറി പോവുകയാണ്. അതല്ല ഒരു പക്ഷെങ്കിൽ നാട്ടുകാർ വെള്ളം ഉണ്ടാക്കിയതാന്ന് വെച്ചോ, മറ്റുള്ളവരല്ല, ശൗലിൻ്റെ മക്കൾ അങ്ങനെയുള്ളവരൊക്കെ വെള്ളം ഉണ്ടാക്കിയാന്ന് പറയാം. പക്ഷെ ഇവിടെ ദാവീദ് പറയാണ്, എന്നെ നീ കഷ്ടതയിൽ അകപ്പെടുത്തിയത് ഞാൻ മനഃപൂർവ്വം ആ ചട്ടത്തിൽ നിന്ന് എന്ത് ചെയ്തു, വെളിയിൽ പോയത് ആ ചട്ടത്തിലേക്ക് തിരിച്ചു വരാൻ കാരണമായി തീർന്നു. അപ്പം നമ്മുടെ ജീവിതത്തിൽ ഈ ചട്ടത്തിന് വെളിയിൽ പോകാൻ മറ്റുള്ള കാരണങ്ങളെക്കാൾ എൻ്റെ എന്തെങ്കിലും കാരണമുണ്ടോ? ഈ ചട്ടത്തിന് വെളിയിപ്പാൻ എന്തെങ്കിലും എൻ്റെ കാരണമുണ്ടെങ്കിൽ ദാവീദ് പറഞ്ഞു, നീ എന്നെ കഷ്ടതയിലാക്കിയത് എനിക്ക് ഗുണമായി. എനിക്ക് വെച്ചിരിക്കുന്ന, ഞാൻ ഓടേണ്ട എൻ്റെ ട്രാക്കിലേക്ക് എനിക്ക് മടങ്ങി വരാൻ ഇടയായി തീർന്നു. എന്തിനാ ഈ ട്രാക്കിലേക്ക് മടങ്ങി വരേണ്ടത്? എന്തിനാ ഈ ട്രാക്കിലേക്ക് മടങ്ങി വരണം? ദാവീദിനെ കുറിച്ച് ദൈവം പറഞ്ഞ വാക്കിതാണ്, ഹീസ് ആഫ്റ്റർ മൈ ഓൺ ഹാർട്ട്. അവൻ എൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ. അതിൻ്റെ ആ ട്രാൻസ്ലേഷനൊക്കെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഇങ്ങനെയാണ്, അവൻ എൻ്റെ ഹിതമെല്ലാം ചെയ്യും. അവൻ എൻ്റെ ഹിതമെല്ലാം ചെയ്യും എന്ന് പറഞ്ഞാൽ ഞാൻ അവനോട് എന്തോ പറയുന്നോ അത് ചെയ്യും എന്ന് പറഞ്ഞാൽ അവൻ എൻ്റെ ട്രാക്കിലൂടെ മാത്രമേ പോകത്തുള്ളൂ എന്നുള്ളത് അവനെക്കുറിച്ചുള്ള കർത്താവിൻ്റെ നിർബന്ധമാണ്, ദൈവത്തിൻ്റെ നിർബന്ധമാണ്. പക്ഷേ ദാവീദ് ആ ട്രാക്കിന് വെളിയിൽ പോയി. നമ്മൾ ആ ട്രാക്കിന് വെളിയിലൂടെ ഓടുന്നവരാണോ ട്രാക്കിലൂടെ ഓടുന്നവരാണോ? ഒരാഗ്രഹം നമുക്ക് വരട്ടെ, കർത്താവേ എന്നെക്കുറിച്ചുള്ള ആ ട്രാക്ക്, എനിക്ക് വേണ്ടിയുള്ള ആ ഒരു ലൈൻ ട്രാക്ക് എനിക്കൊന്ന് തിരിച്ചറിയണം, എനിക്കൊന്ന് മനസ്സിലാവണം. നമ്മുടെ ജീവിതത്തിലെ പരമപ്രധാനമായ ലക്ഷ്യം അതായിരിക്കട്ടെ. ദൈവമേ, എന്നെക്കുറിച്ചുള്ള അങ്ങയുടെ ഹിതം. 138:8 നോക്കിക്കോ. 138:8 ദാവീദാ പറയുന്നേ. ദാവീദ് പറയുകയാണ്, യഹോവ എനിക്ക് വേണ്ടി സമാപ്തി വരുത്തും. ദാറ്റ് മീൻസ്, ഇല്ലേ, എങ്ങനല്ലേ? യഹോവ എനിക്ക് വേണ്ടി സമാപ്തി വരുത്തും. എനിക്ക് വേണ്ടി സമാപ്തി വരുത്തും. മതി, യഹോവ എനിക്ക് വേണ്ടി സമാപ്തി വരുത്തുമെന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ ദ ലോർഡ് വിൽ ഫുൾഫിൽ ഹിസ് പർപ്പസ് ഇൻ മീ, അല്ലെങ്കിൽ ദ ലോർഡ് വിൽ ബ്രിങ് മീ ബാക്ക് ടു ദ ട്രാക്ക് ആൻഡ് പെർഫെക്റ്റ് ഹിസ് വേസ് ആൻഡ് ഹിസ് വർക്ക്സ് ത്രൂ മീ. അപ്പം നമ്മൾ ട്രാക്കിന് വെളിയിലൂടെ നമ്മൾ യാത്ര ചെയ്താൽ ദൈവത്തിൻ്റെ ഹിതം നിറവേറപ്പെടുകയില്ല, ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറപ്പെടുകയില്ല. നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ദൈവസഭയോടുള്ള ബന്ധത്തിൽ എൻ്റെ ഉത്തരവാദിത്വം എന്താണ്? അപ്പോൾ ദൈവം എന്നെക്കുറിച്ച് ഉദ്ദേശിച്ചിരിക്കുന്ന ആ ട്രാക്കിലൂടെ മാത്രം ഞാൻ യാത്ര ചെയ്യണം. അല്ലെങ്കിൽ ഞാൻ ട്രാക്കിന് വെളിയിലൂടെയാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ ഞാൻ എത്രയും വേഗം ആ ട്രാക്കിലേക്ക് മടങ്ങി വരണം. ഞാൻ ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ വചനം വായിച്ചപ്പോൾ, ശമൂവേലിൻ്റെ 2-ാം പുസ്തകമാണ് ഞാൻ വായിച്ചത്, പ്രാരംഭ അധ്യായങ്ങൾ വായിച്ചപ്പോൾ, ദാവീദിന്റെ ഗൃഹവും
ശൗലിന്റെ ഗൃഹവും തമ്മിൽ നിത്യശത്രുത്വമായിരുന്നു. ശൗല് മരിച്ചുപോയി, ശൗല് ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു. പക്ഷേ ആ ശൗലിന്റെ ഗൃഹവും ദാവീദിന്റെ ഗൃഹവും തമ്മിൽ രണ്ട് കിങ്ഡമാണ്, നിത്യശത്രുത്വമാണ്. പക്ഷെ അടുത്ത വാക്യം ഇങ്ങനെയാണ്: ശൗലിന്റെ ഗൃഹം നാൾക്ക് നാൾ വീക്കറായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ദാവീദിന്റെ ഗൃഹം മേൽക്കുമേൽ സ്ട്രോങ്ങർ ആയെന്നല്ല പറഞ്ഞേ, ദാവീദോ, അവിടാണ് ഇമ്പോർട്ടന്റ്. ദാവീദ് മേൽക്കുമേൽ സ്ട്രോങ് ആയിക്കൊണ്ടിരുന്നു എന്ന്. അപ്പോൾ കിങ്ഡത്തെക്കാൾ കിങ്ങിനാണ് അവിടെ ഇമ്പോർട്ടന്റ്. എന്നെ പൂർണ്ണമായിട്ട് നിങ്ങൾ ഉൾക്കൊള്ളണേ. നമ്മൾ പലപ്പോഴും ഈ കാര്യങ്ങളെല്ലാം എങ്ങനെങ്കിലും സിസ്റ്റമാറ്റിക് ആയിട്ടും നന്നായിട്ടും പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാ. പക്ഷെ ദൈവത്തിന് കാര്യം നന്നായിട്ട് പോകുന്നതിനേക്കാൾ നീ നന്നായിട്ട് പോകണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മളാണ് ദൈവത്തിന് വിലയേറിയത്. നമ്മൾ സ്ട്രെയിറ്റ് ആയിരിക്കണം, നമ്മളായിരിക്കണം സ്ട്രോങ് ആവേണ്ടത്. നമ്മൾ പലപ്പോഴും ആഗ്രഹിക്കുന്നത് എന്താ? ഞാൻ മുഖാന്തരം അല്ലെങ്കിൽ ഞാൻ കാര്യങ്ങളെല്ലാം നീറ്റായിട്ട് കൊണ്ട് വളരെ പെർഫെക്റ്റ് ആയിരിക്കണം, പങ്ക്ച്വൽ ആയിരിക്കണം, ഇതെല്ലാം. പക്ഷെ നീ പെർഫെക്റ്റ് ആണോ? നീ പങ്ക്ച്വൽ ആണോ? ദൈവം അതാ ചോദിക്കുന്നേ. നമ്മളാണ് ഇമ്പോർട്ടൻ്റ്, നമ്മളാണ്. അത് പഴയ നിയമത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അപ്പോസ്തലനായ പൗലോസ് നമ്മുടെ സഭയെക്കുറിച്ച്, അല്ലെങ്കിൽ സഭ എങ്ങനെ ആയിരിക്കണം, സങ്കീർത്തനം, അത് ഇത് അപ്പം തുറക്കുന്ന കാര്യങ്ങൾ, ഇതിനെങ്ങാണ് സമയം കൂടെ ചെലവഴിച്ചിട്ടുണ്ടോ? ഒന്നുമില്ല. ആഴ്ചയോടത്തിന് 1-ാം നാൾ അപ്പം തുറക്കി. പക്ഷേ പൗലോസ് സമയം ചെലവഴിക്കുന്നതും മുഴുവനും അവൻ്റെ സഭ, ഞാൻ ദൈവസന്നിധിയിൽ എങ്ങനെയായിരിക്കണം, എൻ്റെ ഉത്തരവാദിത്വം അവനോട് എങ്ങനെയാണ്, ആ നിർബന്ധമാണ് ഇവിടെ നമ്മളിലൂടെ ദൈവത്തിൻ്റെ ഹിതം പൂർത്തീകരിക്കാനായിട്ട് ഇടയായത്. അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? പുതിയ നിയമത്തിലേക്ക് വരാം. എഫേസ്യ ലേഖനം 1-ാം അധ്യായം. പുതിയ നിയമത്തിലേക്ക് വന്നേ. എഫേസ്യ ലേഖനം 1-ാം അധ്യായം. എഫേസ്യ ലേഖനം 1-ാം അധ്യായം. അതിൻ്റെ ഒറ്റവാക്യമായിട്ട് നമുക്ക് വായിക്കാൻ പറ്റത്തില്ല. 17 മുതൽ അങ്ങ് വായിച്ചാൽ ശരിയാവും. 17 മുതൽ. നിങ്ങളെ ഓർത്തും കൊണ്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും മഹത്വവുമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ തരേണ്ടതിനും നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട് അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം ഇന്നതെന്നും അവന്റെ ബലത്തിൽ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന. ഇങ്ങനെ വായിച്ചു പോയാൽ നിൽക്കത്തില്ല കേട്ടോ, അങ്ങ് പോവും, കണ്ടിന്യൂസ് ആയിട്ട് അങ്ങ് പോവും. പക്ഷേ അതിൽ നിന്നും ഒരു കാര്യം, ഈ പഴയ നിയമത്തിൽ ഞാൻ വായിച്ചതിനോടുള്ള ബന്ധത്തിൽ ഒന്ന് ഞാൻ അടർത്തിയെടുത്തുകൊള്ളട്ടെ. എഫേസ്യ ലേഖനത്തിലെ വിഷയം സഭയാണ്, കൊലോസ്യ ലേഖനത്തിലെ വിഷയം ക്രിസ്തുവാണ്. എഫേസ്യ ലേഖനത്തിൽ തൻ്റെ സഭയോടുള്ള ബന്ധത്തിൽ നമ്മുടെ ഉത്തരവാദിത്തങ്ങളാണ് നിറഞ്ഞു കിടക്കുന്നത്. റോമാലേഖനം, കൊലോസ്യ ലേഖനം, എഫേസ്യ ലേഖനം ദൈവസഭയോടുള്ള ബന്ധത്തിൽ. പ്രത്യേകിച്ച് എഫേസ്യ അല്ലെങ്കിൽ എഫേസോസിലെ വിശ്വാസികളോട് പറയുന്നത് ഒരു ലോക്കൽ ചർച്ചിന് വേണ്ടിയുള്ളതല്ല. അതിന്റെ തുടക്കം ഇങ്ങനെ: ദൈവേഷ്ടത്താൽ ക്രിസ്തുയേശുവിന്റെ 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. എഫേസോസിലുള്ള, അത് ബ്രാക്കറ്റില്ല അല്ലേ, എഫേസോസിലുള്ള എന്ന് പറഞ്ഞാൽ അതൊരു സർക്കുലർ ലെറ്ററാണ്. അത് എല്ലാ അസംബ്ലിയും, BAM-നും ഇല്ലേ, അല്ലെങ്കിൽ CB എല്ലാവർക്കും ഉള്ളതാണ്. അതൊരു യൂണിവേഴ്സൽ ആസ്പെക്റ്റ് ആണ് താൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ ദൈവസഭയോടുള്ള ബന്ധത്തിൽ എൻ്റെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നതിന് മുമ്പ് തന്നെ എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഹിതം ഞാൻ തിരിച്ചറിയണം. അതിനിവിടെ പറയുകയാണ്, നിങ്ങളുടെ ഹൃദയദൃഷ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിക്കണം. യുവർ ഇന്നർ ഐസ്, നിങ്ങളുടെ അകത്തെ മനുഷ്യൻ, നിങ്ങളുടെ ഹൃദയദൃഷ്ടി നിങ്ങൾ പ്രകാശിപ്പിക്കണം. നമുക്ക് ചിന്തിക്കാം എങ്ങനെ ഹൃദയദൃഷ്ടി നമുക്ക് പ്രകാശിപ്പിക്കാനായിട്ട് സാധിക്കും. പൗലോസ് ഈ എഫേസോസിലെ വിശ്വാസികളോട് പറയുമ്പോൾ താൻ ഈ എഫേസ്യ ലേഖനത്തിൽ പ്രധാനമായിട്ടും ഈ കാര്യങ്ങളെല്ലാം പറയുക. ഇങ്ങനെയുള്ള ഉത്തരവാദിത്വങ്ങളും റെസ്പോൺസിബിലിറ്റി, നിർബന്ധങ്ങളും എല്ലാം ആ എഫേസോസിലെ വിശ്വാസികൾക്ക് 1-ാം തലമുറക്കാരാണ് അവർക്ക് കൊടുക്കുമ്പോൾ പൗലോസിന് അറിയാം ഇതൊന്നും
മനുഷ്യന് പറ്റുന്ന കാര്യങ്ങളല്ല. സിമ്പിൾ. ഇതൊന്നും മനുഷ്യന് പറ്റുന്ന കാര്യങ്ങളല്ല. എനിക്കറിയാം, ജോൺ കുര്യനങ്ങൾ ഒരിക്കൽ പറഞ്ഞത് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. ഈ ബൈബിളെല്ലാം ഇത്രയും കട്ടിയായിട്ടുള്ള കാര്യങ്ങളെല്ലാം എഴുതി വെച്ചിട്ട് ഏറ്റവും ഒടുവിൽ പറയുകയാണ്, കൃപ നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ. ഇതാണ് ഇമ്പോർട്ടൻ്റ്. നമ്മൾ വിചാരിക്കും ഇതൊന്നും എന്നെ കൊണ്ട് പറ്റുന്ന കാര്യമല്ല. ഞങ്ങൾ ഹിന്ദിയിലൊക്കെ ഞങ്ങളിങ്ങനെ പറയും, ഓ മേരെ കോപ്പടി സെ ബാഹറെ എന്ന് പറഞ്ഞാൽ എൻ്റെ ഈ ബുദ്ധിക്കെത്താത്ത വൻ കാര്യങ്ങളാണ്. അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് എന്തിനാ ഇടപെടുന്നത്? ന്യായപ്രമാണമല്ല, ഇത് കൃപയുടെ പ്രമാണമാണ്. ഇത് കൃപയുടെ പ്രമാണമാണ്. ഒറ്റ കാര്യമേ ഉള്ളൂ, ഞാൻ എത്രമാത്രം സബ്മിസീവാണ്, ഞാൻ എത്രമാത്രം കീഴ്പ്പെടുന്നു, എനിക്ക് എത്രമാത്രം എൻ്റെ ഹൃദയം ഒന്ന് തുറന്ന് കിഴക്കുന്നുണ്ട്. അവിടാണ് നമ്മളുടെ ഉള്ളം അങ്ങ് അവർ ചോദിക്കുന്ന, അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുക, നമ്മളുടെ ഉള്ളം കത്തിക്കൊണ്ടിരുന്നില്ലയോ അവൻ നമ്മളോട് സംസാരിച്ചപ്പോൾ, അവൻ തിരുവെഴുത്തുകളെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ? എമ്മോസിലേക്ക് നമുക്കൊന്ന് മടങ്ങിപ്പോകാം. അവർക്ക് ഈ എക്സ്പൗണ്ട് ചെയ്തു കൊടുത്തു, എക്സ്പോസിറ്റ് ചെയ്തു കൊടുത്തു, എക്സ്പ്ലെയിൻ ചെയ്തു കൊടുത്തു. എന്നിട്ടും അവർക്ക് ആ വണ്ടറെ തിരിച്ചറിയാൻ പറ്റിയില്ല. പറ്റിയോ? പറ്റിയില്ല. അവര് വീട്ടിലെത്തുന്നതിൻ്റെ മുമ്പിലത്തെ ജംഗ്ഷനിലെത്തിയപ്പോൾ കർത്താവ്, അവർക്ക് പോകേണ്ട വഴി അങ്ങോട്ടാണെന്നറിയാം, പക്ഷെ കർത്താവ് ഇങ്ങോട്ട് പോകുന്ന ഭാവം നടിച്ചെന്നല്ലേ? കർത്താവ് ഇങ്ങോട്ട് പോകുന്ന ഭാവിച്ചു. പക്ഷേ അന്നേരം അവർ പറഞ്ഞത്, ഇന്ന് നീ നോക്കിക്കേ, അവരുടെ വാഞ്ച നോക്കിക്കേ, ഇന്ന് നീ അപരിചിതനാ, ആരാന്നറിയത്തില്ല, അപരിചിതനാ, ഇന്ന് നീ ഞങ്ങളോട് കൂടെ രാവാർക്കണം. ഓക്കെ, നിങ്ങളുടെ ആഗ്രഹം വരാം. മറിയോട് പറഞ്ഞില്ലേ, ഗുരു വന്നിട്ടുണ്ട്, നീ വരാതെ ഞാൻ അങ്ങോട്ട് വരത്തില്ല. ഒരാഗ്രഹമുണ്ടോ വരണമെന്ന്, ഞാൻ പ്രവർത്തിക്കണമെന്ന്? യെസ്. കർത്താവ് അവരോട് ചേർന്ന് യാത്ര ചെയ്ത് ഭവനത്തിലെത്തി. ആഹാരം അവർ ഭക്ഷിക്കാൻ തുടങ്ങുന്നു. സ്തോത്രം ചെയ്തു, കർത്താവ് സ്തോത്രം ചെയ്തു അല്ലേ? അപ്പം സ്തോത്രം ചെയ്ത് അവർക്ക് കൊടുത്തു. അപ്പോൾ അവർ കണ്ടല്ലേ വണ്ടറിനെ തിരിച്ചറിഞ്ഞു. എൻ്റെ ദൈവമേ, ഈ മോശ തുടങ്ങി സകല പ്രവാചകന്മാരിലും ആരെക്കുറിച്ച് എഴുതിയിരിക്കുന്നോ ആ ആളാണ് ഞങ്ങളോടിത് സംസാരിച്ചത്. അന്നേരം അവരെന്തോ ചെയ്തു? അന്നേരം ഉദ്ദേശം പാതിരാത്രി ആയി കാണും കേട്ടോ. എൻ്റെ അഭിപ്രായത്തിൽ പാതിരാത്രി ആയി കാണും. എത്രയോ കിലോമീറ്ററുകൾ നടന്ന് ക്ഷീണിച്ച് അവരിവിടെ വീട്ടിൽ എത്തിയതാണ്. അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെ, നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചോ. ആ രാത്രിയിൽ തന്നെ അവർ തിരിച്ചു പോയിരുന്നു. എങ്ങോട്ട്? യെരുശലേമിൽ. എന്തിന്? കർത്താവ് പറഞ്ഞിട്ടുണ്ട് അവിടെ ഇരിക്കാൻ. കർത്താവ് അവരോട് പറഞ്ഞിട്ടുണ്ട് എവിടെ ഇരിക്കാൻ? യെരുശലേമിൽ. ആ രാത്രിയിൽ തന്നെ എന്ന് പറഞ്ഞാൽ ആ നിമിഷത്തിൽ അവർ തിരിച്ചുപോയി. കർത്താവ് എന്തോ പറഞ്ഞോ അത് അവരനുസരിക്കാൻ തയ്യാറായി. ആ രാത്രിയിൽ തന്നെ. ഫിലിപ്പിയ സഭയോടുള്ള ബന്ധത്തിൽ ഇന്ന് ഞങ്ങൾ ചിന്തിച്ച അതാണ്. താനും തനിക്കുള്ളവരും കുടുംബം അന്ന് ആ നാഴികയിൽ തന്നെ ഇതാ വെള്ളം, ഞാൻ സ്നാനമേൽക്കുന്നതിന് എന്ത് വിരോധം, സഡൻ സൂൺ. ഇങ്ങനെ ആരുണ്ടെന്ന് കർത്താവ് നോക്കിക്കൊണ്ടിരിക്കുക. ആരുണ്ട്? അവരിലൂടെ ദൈവം പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുകയാണ്. അവരിലൂടെ ദൈവം ശുശ്രൂഷകൾ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അവരിലൂടെ ദൈവത്തിന്റെ സഭയുടെ ക്രമീകരണങ്ങളും ശുശ്രൂഷയും എല്ലാം ദൈവം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നമ്മളതിന് പൂർണ്ണമായിട്ട് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാൻ നമ്മൾ തയ്യാറാണോ പ്രിയമുള്ളവരെ? പൗലോസ് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ എഫെസ് ലേഖനത്തിലെ 2 പ്രാർത്ഥനകളാണ് അപ്പോസ്തലനായ പൗലോസ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പോൾ ഈ കൃപയുടെ പ്രമാണം അത് വളരെ ബുദ്ധിമുട്ടുള്ളതാണ്, അതെല്ലാം നമുക്കറിയാം. എഫെസ് ലേഖനം 1-ാം അധ്യായം നിങ്ങൾ എഴുതിക്കോ, ആ വാക്യം മാത്രം നിങ്ങളൊന്ന് നോട്ട് ചെയ്തു പോവുക. എഫെസ് ലേഖനം 1-ാം അധ്യായം 15 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ അപ്പോസ്തലനായ പൗലോസ് എഫേസോസിലെ വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ആ പ്രാർത്ഥനയിൽ ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. ഓരോന്ന് നമുക്ക് ദൈവം അനുവദിച്ച വരും ദിവസങ്ങളിൽ നമുക്ക് ചിന്തിക്കാം. ആ പ്രാർത്ഥനയ്ക്ക് നമുക്കൊരു പേര് കൊടുക്കാം, ജ്ഞാനോദയ പ്രാർത്ഥന. മനസ്സിലായല്ലോ? അതായത് പ്രയർ ഫോർ എൻലൈറ്റ്മെൻറ്റ്. നിൻ്റെ വചനത്തിൻ്റെ
വികാസനം, പ്രകാശപ്രദം, ആ വികാസനം. അതായത് ഈ എഴുതിയിരിക്കുന്ന, നമ്മൾ കേൾക്കുന്ന ഈ വചനം എന്നിലൊരു വികാസനം ഉണ്ടാക്കണം, എന്നിലൊരു വെളിച്ചം ഉണ്ടാകണം, എന്നിൽ പ്രകാശം ഉണ്ടാക്കണം. നമ്മൾ സാധാരണ പറയുമല്ലോ, നമ്മുടെ ആ ഒരു സ്പാർക്ക് ഉണ്ടായി എന്നൊക്കെ പറയില്ലേ, നമ്മുടെ കൊച്ചു പിള്ളേരൊക്കെ ഇപ്പം പറയാറുണ്ട്, ഓ അത് എനിക്കങ്ങ് സ്പാർക്കായി. നമുക്കെങ്ങാനും എത്ര വർഷമായി നമുക്കൊരു സ്പാർക്ക് ഉണ്ടായിട്ട്? ഉണ്ടാവുന്നുണ്ടോ? നമ്മൾ കുത്തിയിരുന്ന പ്രാർത്ഥനയാണ് നമ്മുടെ സഭയിലുള്ള ആർക്കെങ്കിലും ഒരു. പക്ഷെ ഞാൻ ചോദിക്കുക, എത്ര സ്പാർക്ക് താങ്കൾക്കുണ്ടായി, നമുക്കുണ്ടായി? ഉണ്ടാവുന്നുണ്ടോ സ്പാർക്ക്? ദൈവവചനം കേൾക്കുമ്പോൾ ഇതെനിക്കുള്ള. ഓരോ മീറ്റിങ്ങും കഴിഞ്ഞ് ഇറങ്ങി പോകുമ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും, കൊള്ളാം, ഇന്ന് നന്നായിട്ട് കൊടുത്തു കേട്ടോ, മറ്റേ പുള്ളിക്കാരനെ കിട്ടിയിട്ടുണ്ട് ഇന്ന് നന്നായിട്ട്, നന്നായാ മതിയായിരുന്നു. സഹോദരൻ, നീ നന്നായോ? നമുക്കെന്തെങ്കിലും ഒരു വെളിച്ചം ഉണ്ടായോ, സ്പാർക്ക് ഉണ്ടായോ? പൗലോസ് പ്രാർത്ഥിക്കുകയാണ്, അതായത് സ്പിരിച്വൽ റിയാലിറ്റീസ്, ആത്മീക അല്ലെങ്കിൽ ആത്മീക യാഥാർത്ഥ്യങ്ങൾ ഒന്ന് തിരിച്ചറിയുവാൻ, ഒരു വെളിച്ചം വീശുവാൻ. കർത്താവേ, ഞാൻ ഈ പറയുന്നതൊക്കെ അവർക്കൊന്ന് മനസ്സിലാകാൻ. എഫെസോസിലെ വിശ്വാസികളാണ് നമ്മളൊക്കെ അല്ലേ, 4ാം തലമുറയൊക്കെ ഇവിടെ ഉണ്ടല്ലോ അല്ലേ, 1, 2, 3, 4 എത്രയോ തലമുറകൾ നമ്മളിവിടെ ഉണ്ട്. പക്ഷേ എന്ത് ആ സ്പാർക്കാണ് എന്നിൽ ഉണ്ടാകുന്നത്? അത് ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അവരെയാണ് ദൈവം നോക്കുന്നത്. ആ നിന്റെ കൽപ്പനകൾക്കായിട്ട് തുറന്ന് കിഴക്കുന്ന ദാവീദ്, കോരഹപുത്രന്മാര് ഒക്കെ പ്രാർത്ഥിച്ചതും പാടിയതും ഒക്കെ അതാണ്. മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുന്നത് പോലെ, അല്ലേ, ഞാൻ നിനക്കായി ദാഹിക്കുകയാണ്, കാക്ഷിക്കുകയാണ്. അപ്പോൾ ദൈവവചനത്തിന് വേണ്ടി, ദൈവവചനം എന്ന് പറഞ്ഞാൽ എത്രയും പരിജ്ഞാനം എനിക്ക് കൂട്ടാനല്ല, എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഹിതം എന്താണെന്ന് തിരിച്ചറിയാൻ. ആ ഭാഗത്ത് നിന്നുകൊണ്ട് തന്നെ അതവിടെ നിൽക്കട്ടെ. അപ്പോസ്തലനായ പൗലോസ് മുഖാന്തരം ഈ എഫെസോസിൽ താൻ താമസിച്ച സമയത്തൊക്കെ താൻ അവിടെ ഒരു ബൈബിൾ സ്കൂൾ പോലെ തുറന്നോസിന്റെ പാഠശാലയിൽ ഇങ്ങനെ ആളുകളെ കൂട്ടി, സ്കൂളൊക്കെ കഴിഞ്ഞതിന് ശേഷം അനേകർ അവിടെ വന്ന് ദൈവവചനമൊക്കെ പഠിച്ചു. അപ്പോൾ താൻ ഇതൊക്കെയാണ് പഠിപ്പിക്കുന്നത്. ഈ എഫെസോസിലെ വിശ്വാസികൾക്ക് ലേഖനം എഴുതിയതുപോലെ, കൊലോസിയിലെ വിശ്വാസികൾക്ക് ലേഖനം എഴുതിയതുപോലെയൊക്കെ ആ ബൈബിൾ സ്കൂളിലും താൻ ഇതെല്ലാം പഠിപ്പിച്ചു. അവിടെ ഒരു ചെറുപ്പക്കാരൻ, നമ്മുടെ ഭാഷ പറഞ്ഞ ഒരു പയ്യന്, ഇന്ന് പ്രായമുള്ളവർക്കൊന്നും ഈ സ്പാർക്ക് ഉണ്ടാകത്തില്ല, വളരെ ബുദ്ധിമുട്ടാണ് കേട്ടോ. പക്ഷെ പണ്ട് ദൈവം ഈ പ്രായമുള്ളവരെയൊക്കെ ഉപയോഗിച്ചിരുന്നു. നോഹയ്ക്ക് 600 വയസ്സായപ്പോഴാണ് പുള്ളിക്ക് ഒരു സ്പാർക്ക് കൊടുത്തത്. ഇന്ന് നമ്മളാണെങ്കിൽ 70 വയസ്സാകുമ്പോഴത്തേന്, കർത്താവേ എൻ്റെ അടുത്തൊന്നും പറയല്ലേ എന്നും പറഞ്ഞ് നമ്മളിരിക്കുകയാണ്. കർത്താവേ ഞങ്ങളുടെ ചെറുപ്പക്കാരെയൊക്കെ അയക്ക്. പ്രായമൊന്നും ദൈവത്തിനൊരു വിഷയമല്ല കേട്ടോ. ദൈവത്തിന് എത്ര വർഷം നമ്മൾ ശുശ്രൂഷ ചെയ്യുന്നു എന്നുള്ളത് എങ്ങനെ, ഒന്നേ ഉള്ളെങ്കിൽ മതി. സ്തെഫാനോസ് മതി, അത്രയും മതി, കുറച്ചേ മതി. പക്ഷേ ഇത് കിട്ടണം നമുക്ക്. അന്ന് ആ പൗലോസ് തുറന്നോസിന്റെ പാഠശാലയിൽ ദൈവവചനം പഠിപ്പിച്ചപ്പോൾ, സഭയെക്കുറിച്ച് പഠിപ്പിച്ചപ്പോൾ, നമ്മുടെ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് പഠിപ്പിച്ചപ്പോൾ, ഒരു ചെറുപ്പക്കാരൻ, ഒരു പയ്യൻ, അവന് സ്പാർക്ക് ഉണ്ടായി കഴിഞ്ഞ് അവൻ എൻ്റെ നാട്ടിലേക്ക് തിരിച്ചു പോയി. അവിടെ ജനങ്ങളോട് സുവിശേഷം പറഞ്ഞു. അവരൊക്കെ രക്ഷിക്കപ്പെടാനായിട്ട് തുടങ്ങി. അങ്ങനെ ഒരു സഭയുണ്ടായി. ആ സഭയുടെ പേരാണ് കൊലോസി സഭ. എപ്പഫ്രാസ്, ഒരു സ്പാർക്ക് മതി. നിങ്ങളിവിടെ ആയിരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു വെളിച്ചം, നിങ്ങൾക്കുള്ള ഒരു പ്രകാശം നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ മതി. അതായിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന. കർത്താവേ, എന്നെക്കുറിച്ചുള്ള അവിടുത്തെ ഹിതം എന്താണ്? നോക്കിക്കേ, ഈ എപ്പഫ്രാസ് അവിടെ കൊണ്ടൊന്നും അവസാനിക്കുന്നില്ല. നല്ലൊരു സഭയുണ്ടായി, കൊലോസി സഭ. കൊലോസി സഭയിൽ ലേഖനം എഴുതുമ്പോൾ തന്നെ നമുക്കറിയാം. പക്ഷേ ഈ കൊലോസി സഭയിലെ ഒരു ശുശ്രൂഷകനായിരിക്കുന്ന, ആ സഭയിൽ സുവിശേഷം പറഞ്ഞ ആളുകൾ അല്ലെങ്കിൽ ആ സ്ഥലത്ത് സുവിശേഷം പറഞ്ഞ് രക്ഷിക്കപ്പെട്ട് ഒരു കൂട്ടമുണ്ടായി. താന് പൗലോസിനോടൊപ്പം വർഷങ്ങൾക്ക് ശേഷം റോമിൽ കാരാഗ്രഹത്തിൽ പൗലോസ് കിടന്നപ്പോൾ ഈ എപ്പഫ്രാസ് പൗലോസിന്റെ കൂടുണ്ട്. പൗലോസിന്റെ കൂടെ അവിടെ കിടക്കുക. പൗലോസ് ഇങ്ങനെ രാത്രിയിൽ ശ്രദ്ധിച്ചപ്പോൾ എപ്പഫ്രാസ് മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിക്കും. എപ്പഫ്രാസ് പ്രാർത്ഥിക്കുക. എപ്പഫ്രാസ് എന്താ പ്രാർത്ഥിക്കുന്നത്? നമ്മളായിരുന്നു, കർത്താവേ ഈ ദൈവദാസനെ ഒന്ന് വിടുവിക്കണേ, ഈ ദൈവദാസൻ എങ്ങനെയും ഒന്ന് വെളി വരാൻ ഇടയാവണേ, എത്രയും പെട്ടെന്ന്. നോ, ഇതൊന്നും അല്ല പ്രാർത്ഥന. ആ ഒരു വാക്ക് നോക്കി കൊലോസിലെ വിശ്വാസികളോട് പൗലോസ് പറയുമ്പോൾ, കൊലോസി ലേഖനം
4-ാം അധ്യായം 12-ാമത്തെ വാക്യം. കൊലോസ്യ ലേഖനം 4:12. നിങ്ങളിൽ ഒരുത്തനായി നിങ്ങളിൽ ഒരുത്തനായി ക്രിസ്തുയേശുവിന്റെ ദാസനായ എപ്പഫ്രാസ് നിങ്ങളെ വന്ദനം ചെയ്യുന്നു. ഈ സല്യൂട്ട്സ് യു എന്ന് പറഞ്ഞാൽ അവൻ നിങ്ങളെ വന്ദനം ചെയ്യണമെന്ന് പറഞ്ഞാൽ പൗലോസിന്റെ കൂടെ ഈ ഇദ്ദേഹം ഉണ്ട്. പൗലോസിന്റെ കൂടെ ഇദ്ദേഹം ഉണ്ട്. അദ്ദേഹം പ്രാർത്ഥിക്കുന്ന സ്റ്റേറ്റ്മെന്റ് നോക്കിയേ. നിങ്ങൾ തികഞ്ഞവരും ദൈവഹിതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ളവരുമായി നിൽക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് വേണ്ടി ഒരിക്കലല്ല, ഒരു രാത്രിയിലല്ല, പിന്നെ എപ്പോഴും പോരാടുന്നു. ഇങ്ങനെ പ്രാർത്ഥിക്കാൻ ആർക്കേ യോഗ്യതയുള്ളൂ? ആ വാക്കോർത്തിരിക്കുക. പിന്നെ ഞാൻ പറയുക, സ്പാർക്ക് കിട്ടിയവർക്കേ പറ്റത്തുള്ളൂ. സ്പാർക്ക് കിട്ടിയവർക്ക് മാത്രമല്ല, അത് ദൈവസന്നിധിയിൽ തെളിയിക്കണം. ആ കിട്ടിയ വെളിച്ചം നമ്മൾ പ്രാവർത്തികമാക്കി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, എനിക്ക് കിട്ടിയ വെളിച്ചമുണ്ടല്ലോ, എനിക്ക് കിട്ടിയ ആ ഒരു ബോധമുണ്ടല്ലോ, കർത്താവേ, ഞാൻ മുഖാന്തരം രക്ഷയിലേക്ക് വന്ന, അല്ലെങ്കിൽ ഞാൻ ഉൾപ്പെട്ട് നിൽക്കുന്ന, എന്നെ ശുശ്രൂഷയിൽ ഭരമേൽപ്പിച്ചിരിക്കുന്ന എൻ്റെ സഭയിലുള്ള വിശ്വാസികൾക്കുണ്ടാവണം. അവർ തികഞ്ഞവരാകണം, പെർഫെക്റ്റ് ആകണം. എന്ന് പറഞ്ഞാൽ തികഞ്ഞവരാകണം, ഇത്രേ ഉള്ളൂ. ദൈവഹിതം സംബന്ധിച്ച് അവർ പൂർണ്ണ നിശ്ചയമുള്ളവരായിരിക്കണം. എൻ്റെ സഭയിലെ വിശ്വാസികൾ, നമ്മളൊക്കെ ഉൾപ്പെട്ട് നിൽക്കുന്ന സഭയിലെ വിശ്വാസികളൊന്നും നമ്മൾ നട്ടവരല്ല. ആണോ? നമ്മൾ നട്ടവരാണോ? അല്ല. പക്ഷെ നമ്മൾ നനയ്ക്കുന്നവരാണ്. നടുന്നവനും നനയ്ക്കുന്നവനും ഏതുമില്ല, ദൈവം അത്രേ വളരുമാറാക്കുന്നത്. അപ്പോൾ ഈ നനയ്ക്കുന്ന ശുശ്രൂഷയേക്കാൾ നട്ടിട്ട് നനയ്ക്കണം. തിരിച്ചറിയണേ, നമ്മളെ ഇവിടെ ആക്കിയിരിക്കുന്നത് കുറച്ചു പേരെ നനയ്ക്കാനല്ല, പിന്നെ നട്ടിട്ട് നനയ്ക്കണം. എന്നാലോചിച്ചേ, നമ്മൾ ഒരു സ്ഥലം സഭയിലെ ഒരു ശുശ്രൂഷ ചെയ്യുമ്പോൾ എൻ്റെ പ്രയത്നഫലത്താൽ ഒരാളെങ്കിലും ആ മുമ്പിലുണ്ടെങ്കിൽ എത്ര അനുഗ്രഹിക്കപ്പെട്ടതല്ലേ. അപ്പോൾ ഇപ്പൊ എപ്പഫ്രാസ് ഇവിടെ പ്രാർത്ഥിക്കുക, എനിക്ക് കിട്ടിയ വെളിച്ചം അവർക്കും ഉണ്ടാവണം. ഓരോരുത്തർക്കും ആ വെളിച്ചം ലഭിച്ചിട്ട് അവർ ഓരോരുത്തരും ഓരോ സ്ഥലം സഭയ്ക്ക് വേണ്ടി അവർ പ്രാർത്ഥിക്കണം. ഇത് പൗലോസിന്റെ ടാർഗറ്റാണ്. തിമോത്തിയോസിന് പൗലോസ് ലേഖനം എഴുതുമ്പോൾ പറയുകയാണ്, എൻ്റെ മകനെ, 2 തിമോത്തിയോസ് 2:1 നമ്മളത്, എൻ്റെ മകനെ തിമോത്തിയോസേ, ക്രിസ്തുയേശുവിന്റെ കൃപയിൽ നീ എന്ത് ചെയ്യണം? ശക്തിപ്പെടണം. ക്രിസ്തുയേശുവിന്റെ കൃപയിൽ നീ ശക്തിപ്പെട്ടിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? അത് കഴിഞ്ഞിട്ട് തൊട്ട് താഴെ പറയുകയാണ്, നീ ഇത് വിശ്വസ്ത മനുഷ്യരെ വരവേൽപ്പിക്കണം. നമ്മളൊക്കെ ആയിരുന്നെങ്കിൽ എൻ്റെ കാലശേഷം നിങ്ങളിത് നോക്കിക്കോ, ഇല്ലേ? നമ്മൾ അങ്ങനെ. പക്ഷെ പൗലോസ് പറയുക, പൗലോസ് തിമോത്തിയോസിനെ ഭരമേൽപ്പിച്ചു, തിമോത്തിയോസിന് അത് കൊടുത്തു. തിമോത്തിയോസ് ആരാ? നിജപുത്രനാണ്. വിശ്വാസത്തിൽ താൻ മുഖാന്തരം വിശ്വാസത്തിലേക്ക് വന്ന, അപ്പോൾ ഭരമേൽപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് പൗലോസ് പറയുക, 3-ാം തലമുറ പറയുകയാണ്, നീ ഇത് ആരെ ഭരമേൽപ്പിക്കണം? അപ്പൊ ഈ ഭൂമിയിൽ നിന്ന് പോകുന്നതിന് മുമ്പ് നമ്മുടെ ഉത്തരവാദിത്വം എത്ര വലുതാണെന്നൊന്ന് ചിന്തിച്ചേ. കർത്താവ് നമുക്ക് കൃപ നൽകട്ടെ. പ്രിയമുള്ളവരെ, നമ്മുടെ സമയം നമ്മൾ വീണ്ടെടുക്കണം, കളയരുത്. എന്നെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഹിതം ഞാൻ തിരിച്ചറിഞ്ഞെങ്കിൽ മാത്രമേ എൻ്റെ സഭയിലുള്ള വിശ്വാസികളെ കുറിച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പോലും നമുക്ക് അർഹതയുള്ളൂ. ഇനിയും അത് കഴിഞ്ഞിട്ട് ആ വാക്ക് ഒരുപക്ഷെ നമുക്കറിയാമായിരിക്കാം. നിങ്ങൾ തികഞ്ഞവരും എന്ന് പറഞ്ഞാൽ ദൈവഹിതം സംബന്ധിച്ച് നിങ്ങൾ പൂർണ്ണ നിശ്ചയമുള്ളവരായിട്ട് ദൈവത്തിൻ്റെ ഹിതം, നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഹിതം പൂർണ്ണമായിട്ട് നിറവേറ്റത്തക്ക നിലയിൽ അവൻ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു? പോരാടുന്നു എന്നുള്ളതിന് ഇംഗ്ലീഷിൽ നിങ്ങളുടെ ബൈബിളിലൊക്കെ എന്താണ്? പോരാടുക, ലേബറിങ്. ആ, പല ഇനി ഏതെങ്കിലും ട്രാൻസ്ലേഷൻ ഉണ്ടോ? ലേബറിങ് അല്ലാതെ. ലേബറിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് അത്രയും അങ്ങോട്ട് മനസ്സിലാവത്തില്ല. സ്ട്രഗിളിങ്, ഇനി ഏതെങ്കിലും? പല പല ട്രാൻസ്ലേഷൻസ് ആണല്ലോ നമ്മൾ ഉപയോഗിക്കുന്നത്. ലേബറിങ്, എൻ്റെ ഒറിജിനൽ വാക്കിൻ്റെ മീനിങ്, ഒറിജിനൽ ഹി ഈസ് ആഗണൈസിങ് ഇൻ പ്രയർ. ആഗണൈസിങ്,
ആഗണി. ആഗണൈസിങ് എന്നുള്ളത്, അതായത് പോരാടുക എന്നുള്ള അതിൻ്റെ ആ ഒറിജിനൽ വാക്ക് ബൈബിളിൽ എനിക്ക് തോന്നുന്നു 3 എങ്ങാണ്ടേ ഉപയോഗിച്ചിട്ടുള്ളൂ. 3. റോമാലേഖനം നോക്കിയ 14, റോമാലേഖനം 14, അവിടെയും പൗലോസ് പറയുന്നുണ്ട് ഈ വാക്ക്. റോമാലേഖനം 15 ചാപ്റ്റർ 15, 15:31. ഇങ്ങനെ ഞാൻ ദൈവേഷ്ടത്താൽ സന്തോഷത്തോടെ നിങ്ങളുടെ അടുക്കൽ വന്ന് നിങ്ങളോടുകൂടെ മനം തണുക്കേണ്ടതിനും നിങ്ങൾ എനിക്ക് വേണ്ടി ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ എന്നോടുകൂടെ എന്ത് ചെയ്യണം? പോരാടണം. അപ്പോൾ പൗലോസ് പോരാടിയത് കൊണ്ടാണ് റോമാലേഖനത്തിൽ അവരോട് പറയുന്നത് നിങ്ങളും എന്ത് ചെയ്യണം? പോരാടണം. ആഗണൈസിങ് ഇൻ പ്രെയർ. അപ്പൊ അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. ഇനി ഒരെണ്ണം ഉപയോഗിച്ചിരിക്കുന്നത് ലൂക്കോസിന്റെ സുവിശേഷത്തിലാണ്. ഡോക്ടറാണെന്ന് പറഞ്ഞിരിക്കുന്നത്. പോരാടുക എന്നുള്ളതിൻ്റെ ഏറ്റവും ബെസ്റ്റ് മീനിങ്. അവൻ ഗത്സമനയിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പ്രാണവേദനയിലായി. പ്രാണന്റെ വേദനയാണ് ഈ പോരാടുക എന്ന് പറഞ്ഞാൽ ലേബറിങ്. ദൈവസഭയോടുള്ള ബന്ധത്തിൽ എനിക്ക് എൻ്റെ പ്രാണന്റെ വേദനയായിരിക്കണം എൻ്റെ പ്രാർത്ഥന. ദൈവവചനത്തോടുള്ള ബന്ധത്തിലായി പോരാടുക എന്ന് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ കർത്താവ് ഗത്സമനയിൽ അപ് ടു ദ ബ്രിം ഓഫ് ഡെത്ത് എന്ന് പറഞ്ഞാൽ ആ മരണത്തിന്റെ വക്കോളം താൻ എത്തി. താൻ പ്രാണവേദനയിൽ, തൻ്റെ പ്രാണൻ അതിദുഃഖിതമായി തീർന്നു. താൻ പ്രാർത്ഥിക്കുകയാണ്. ഗത്സമനയിൽ താൻ പ്രാർത്ഥിക്കുകയാണ്. ഗത്സമനയിലെ പ്രാർത്ഥന അത് ഞാൻ വിശദീകരിക്കുന്നില്ല. അപ്പോൾ കർത്താവ് എങ്ങനെ പ്രാണവേദനയിൽ പ്രാർത്ഥിച്ചോ അതുപോലെ പൗലോസ് പ്രാർത്ഥിക്കുകയാണ്. ആ പൗലോസിന്റെ ആ പ്രാർത്ഥനകൾക്ക് സാക്ഷ്യം വഹിച്ച ഒരു ചെറുപ്പക്കാരൻ, അവനും ആ സ്പാർക്ക് കിട്ടി. താനും പ്രാർത്ഥിക്കുകയാണ്. താൻ അത് ഏറ്റെടുത്തു. താൻ കർത്താവിന്റെ ശുശ്രൂഷയിൽ മുന്നോട്ട് പോയി. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മൾക്ക് തലമുറയ്ക്ക് കൊടുക്കാൻ എന്താ ഉള്ളത്? നമ്മളൊരു പക്ഷെങ്കിൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന രജിസ്റ്റർ ബുക്കോ അല്ലെങ്കിൽ സഭയുടെ താക്കോലോ എന്തെങ്കിലുമൊക്കെ നമുക്ക് കൊടുത്തിട്ട് പോകാൻ ഉണ്ടായിരിക്കാം. പക്ഷെ എന്തുണ്ട് പ്രിയമുള്ളവരെ തലമുറകൾക്ക് വേണ്ടി നമുക്ക് കൊടുക്കാൻ? നമുക്ക് ഒത്തിരി പേരെ നമ്മുടെ കരങ്ങളിൽ ദൈവം തന്നിട്ടുണ്ട്. എന്നെ വളരെ സന്തോഷിപ്പിച്ച ഒരു വാക്യമാണ് അപ്പോസ്തലനായ പൗലോസ് ഏറ്റവും ഒടുവിൽ താൻ കൈസറുടെ മുമ്പിൽ നിൽക്കാനായിട്ട് പോവുകയാണ്. അശ്വിനി ചിഹ്നമുള്ള ഒരു കപ്പൽ താൻ കയറി, അല്ലെ? ആ കപ്പൽ പൂർണ്ണമായിട്ട് തകർന്നു പോയി. പക്ഷെങ്കിൽ പൗലോസിനോട് കർത്താവ് ആ രാത്രി, പൗലോസ് നീ ഭയപ്പെടരുത്, നീ ഭയപ്പെടണ്ട, ഈ കപ്പലിലുള്ളവരെ ഞാൻ നിനക്ക്, ആ വാക്ക് ഓർമ്മയുണ്ടോ? ഞാൻ നിനക്ക് ദാനം ചെയ്തിരിക്കുന്നവരാണ്. ഈ കപ്പലിലുള്ളവരെ ഞാൻ നിനക്ക് ദാനം ചെയ്തിരിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. പറയാണ്, നിങ്ങളുടെ ഒരു രോമം പോലും നശിക്കത്തില്ല. എൻ്റെ കർത്താവ് എനിക്ക് നിങ്ങളെ എന്ത് ചെയ്തിരിക്കുക? ദാനം ചെയ്തിരിക്കുക. ദൈവസഭയോടുള്ള ബന്ധത്തിൽ നമ്മുടെ ഉത്തരവാദിത്വം ആലോചിച്ച്. ദൈവസഭ, നമ്മളെങ്ങനെയാ ദൈവസഭയെ കാണുന്നേ? നമ്മുടെ ഉത്തരവാദിത്വം എന്താ? നമ്മുടെ ശുശ്രൂഷ എന്താ? ഓരോരുത്തരും ചിന്തിക്കേണ്ടത് ഇതാണ്. എനിക്ക് ദാനം ചെയ്തിരിക്കുന്ന ഒരു സഭ, എനിക്ക് ദാനം ചെയ്തിരിക്കുക. അവരാരും നശിച്ചു പോയിട്ടില്ല. ഇതേ കാര്യം തന്നെ ആ അപ്പോസ്തലരുടെ പ്രവൃത്തി 16 നമ്മൾ വായിക്കുന്നുണ്ട്. ആ മനുഷ്യൻ, ആ കാരാഗൃഹ പ്രമാണി തന്നെത്താൻ ചാകാനായിട്ട് തുടങ്ങി. ഒരു ദോഷവും നീ ചെയ്യരുത്. അവരെല്ലാവരും ഇവിടെ എൻ്റെ അടുത്തുണ്ടെന്ന്, അവരെല്ലാം ഇവിടെ ഉണ്ടെന്ന് പൗലോസ് എന്ന് പറഞ്ഞ ഹീസ് ആൻ അട്രാക്റ്റിംഗ് ഫിഗർ. എവിടെ ചെന്നാലും. ഇനിയും ആ കപ്പലില് റോമിലേക്ക് പോകുന്ന ആളുകളൊക്കെ ആരാന്ന് നിങ്ങൾ വിചാരിച്ചോണ്ടിരിക്കുന്നേ? സഭയിലെ മൂപ്പന്മാരോ വിശേഷന്മാരോ ഒന്നും അല്ലെന്നേ. കള്ളന്മാരും ദൂഷന്മാരും എല്ലാം ഉണ്ട്. പക്ഷെ പൗലോസിന് ഇനിയും ആ ദാനം ചെയ്തവരോടുള്ള ബന്ധത്തിൽ പൗലോസിന്റെ റെസ്പോൺസിബിലിറ്റി മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്. എല്ലാവരും നീന്തി, എന്നാലും ആ ദേവദാസന് നീന്തി തൻ്റെ ശരീരത്തിലെ കഷ്ടത, വേദന, ബഹളം താൻ നീന്തി എല്ലാവരും പലകമേലും അതിലും ഇതിലും ഒക്കെ പിടിച്ച് ആ ദ്വീപിലെത്തി. പുബ്ലിയോസ് അല്ലേ? ആ ദ്വീപിൻ്റെ ആ പ്രമാണി, അല്ലെങ്കിൽ ദ്വീപിലുള്ള ഒരു വീട്. എന്നിട്ട് തണുത്ത് പോച്ചി വിറച്ചിരിക്കുകയാണ്.
ഈ പാവം വയസ്സ് എന്ന പൗലോസ് അവർക്ക് തീ കായാൻ എന്തോ പിറക്കാൻ പോയേക്കുവാ. വായിച്ചിട്ടുണ്ടോ ഇതൊക്കെ? അതോ 23-ാം സങ്കീർത്തനം 91-ാം സങ്കീർത്തനം ഒക്കെ ഉള്ളോ? ഈ വിറക് പിറക്കാൻ പോയിരിക്കും. എന്തിനു വേണ്ടി? ആർക്ക് തീ കായാൻ? ദൈവം എനിക്ക് ദാനം ചെയ്തിരിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി, എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം. പൗലോസിന്റെ സ്ഥാനത്ത് നമ്മളായിരുന്നെങ്കിൽ ആ യെരുശലേം സഭയെന്ന് ഇറങ്ങോട്ടും പോകത്തില്ല, അവിടെ തന്നെ കുത്തിയിരുന്നേ. പക്ഷെ കർത്താവ് പറഞ്ഞു, ഇവിടെ ഇരിക്കേണ്ട, പൊക്കോളാൻ പറഞ്ഞു. കർത്താവ് നമ്മളോട് പറയും, നീ ഇവിടെ ഇരിക്കേണ്ട ആളല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ കർത്താവിനോട് പറയും, ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് എത്ര നാൾ ഇവിടെ ഇരിക്കണമെന്ന്. നോ, കർത്താവ് പറയുന്നത് അതുപോലെ കേൾക്കാൻ ഒരു മനസ്സ് നമുക്കുണ്ടായിരിക്കണമെന്നേ. എൻ്റെ ഉത്തരവാദിത്തങ്ങൾ പഠിക്കാൻ പോവുക ദൈവവചനത്തിൽ. എൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഞാൻ പഠിക്കുമ്പോൾ എന്നെക്കുറിച്ചുള്ള ഉത്തരവാദിത്വം എന്താണെന്നുള്ളത് എനിക്ക് ആദ്യം പഠിക്കണം, എനിക്കത് തിരിച്ചറിയണം, എനിക്കത് മനസ്സിലാക്കണം. പ്രയർ ഫോർ എൻലൈറ്റ്മെന്റ്, ജ്ഞാനോദയ പ്രാർത്ഥന. എന്നിലുള്ള വിവേകം ഒന്നൊന്ന് വളർച്ച പ്രാപിക്കുവാൻ, ഒന്ന് തിരിച്ചറിവുണ്ടാകുവാൻ എനിക്ക് ഇടയായി തീരണം. അവരെല്ലാവരും പൗലോസിന്റെ, എവിടെയൊക്കെ പൗലോസിനോടൊപ്പം ആളുകളുണ്ട്, അവരെല്ലാം പൗലോസിന്റെ ആളുകളായിരുന്നു. അപ്പോൾ ഈ എപ്പഫ്രാസ് പൗലോസ് ഒരു തലമുറയ്ക്ക് കൊടുത്തു, ആ തലമുറയോട് പറയാണ്, നിങ്ങൾ അടുത്തവർക്ക് കൊടുക്കണം, ഇത് കണ്ടിട്ട് വേണം. പൗലോസിനോടൊക്കെ കർത്താവ് പറഞ്ഞു, പൗലോസിനോട്, പത്രോസിനോട്, ദാവീദിനോട്. ദാവീദ് ഒരു സങ്കീർത്തനത്തിൽ 118 ദാവീദ് പറയുന്നുണ്ട്, നീ മരിക്കയില്ല നിശ്ചയം. എന്നാലോചിച്ച്, പിന്നെന്തോ വേണം? നീ മരിക്കയില്ല നിശ്ചയം, നീ ജീവനോടെ ഇരുന്ന് നീ ദൈവത്തിന്റെ പ്രവൃത്തിയെ വർണ്ണിക്കും. പിന്നെ ദാവീദിന് എന്തിനാ പേടിക്കുന്നേ? ദാവീദിന് പേടിക്കേണ്ട ആവശ്യമുണ്ടോ? ശൗല് ഒരു ഗുഹയിലിരിക്കുക, തന്റെ ആളുകളെല്ലാം ഉണ്ട്, അവര് രാവും പകലും അധ്വാനിച്ചും യുദ്ധം ചെയ്തും വളരെ ടയർഡാണ്. എല്ലാവരും ആ കുന്തമൊക്കെ അവിടെ കുത്തിവെച്ചിട്ട്, ജലപാത്രമൊക്കെ അവിടെ വെച്ചിട്ട് ശൗലും കിടന്നുറങ്ങുന്നു. തൻ്റെ ആയുധവാഹകന്മാര് അബ്നേർ ഉൾപ്പെടെ, സേനാധിപന എല്ലാവരും ഉൾപ്പെടെ സുഖമായിട്ട് കിടന്നുറങ്ങുകയാണ്. ദാവീദും കൂട്ടരും വരികയാണ്. ദാവീദ് അങ്ങോട്ട് കയറി നോക്കിയപ്പോൾ എല്ലാവരും സുഖമായിട്ട് കിടന്ന്. കൂടെ നിന്നവരൊക്കെ പറഞ്ഞു, ഓ, ദൈവം തന്ന ഒരു നല്ല അവസരം, ഒരൊറ്റ കുത്തിന് തീർത്തേക്കണം. പക്ഷേ കുന്തം എടുത്തു അല്ലേ? കുന്തം താൻ എടുത്തു. കുന്തമൊക്കെ എടുത്തിട്ട് ഇക്കരെ വന്ന് ചോദിച്ചു. ഒരു ശബ്ദം, തിരിച്ചൊരു ചോദ്യമുണ്ട്, ഇതാരുടെ ഈ ശബ്ദം? ഇതാരുടെ ഈ ശബ്ദം? എൻ്റെ മകനെ ഒരു വിളിയൊക്കെ വിളിക്കുന്നുണ്ട്. അബ്നേരൊക്കെ ഉണ്ടായിരുന്നല്ലോ, ആ കുന്തം എവിടാന്നൊന്ന് നോക്കിയാലേ അല്ലേ? ആ കുന്തം അവിടെ കാണുന്നുണ്ടോ? ഇല്ല, ഇത് എൻ്റെ കയ്യിലുണ്ട് ആ കുന്തം. എന്താ, ദൈവഹിതം നിറവേറ്റാൻ ധൃതി വെക്കാമായിരുന്നു. ഇനി നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, ദാവീദ് സിംഹാസനത്തിലേക്ക് നിയുക്തനായിട്ട് എത്ര സംവത്സരം കഴിഞ്ഞാണ് തനിക്ക് ആ കസേര കിട്ടുന്നത്? നമ്മുടെ നിർബന്ധം മുഴുവൻ കസേരയ്ക്കാണ്, പൊസിഷനാണ്. പക്ഷെ ദാവീദിനെ കുറിച്ച് ആഗ്രഹിക്കുന്ന, നീ കസേരയിൽ ഇരിക്കുന്നതിനേക്കാൾ ആ ഇരിക്കുന്നതിന് മുമ്പ്, ഇരുന്ന് കഴിഞ്ഞിട്ട് വലുതായിട്ടൊന്നും പ്രയോജനം ഉണ്ടാവത്തില്ല. നിന്നെക്കുറിച്ച് എഴുതിപ്പിക്കണമെങ്കിൽ, നിന്നെക്കുറിച്ച് കുറെ പാട്ടുകൾ, ഉറക്കം വരാത്ത രാത്രികളിൽ എഴുന്നേറ്റിരുന്ന് അനേകർ, ഞാനും നിങ്ങളും, കൗമുപ്രയാറ്റുള്ളവരും കൊല്ലത്തുള്ളവരും എല്ലാം വായിച്ചിട്ട് സുഖമായിട്ട് കിടക്കണമെങ്കിൽ നിന്നെ എനിക്ക് കാട്ടിക്കൊണ്ടുപോയേ പറ്റത്തുള്ളൂ. നീ കസേരയിൽ ഇരുന്ന കാര്യം നടക്കത്തില്ല. നിന്നെ എനിക്ക് പെർഫെക്റ്റ് ആക്കണമെങ്കിൽ ആലോചിച്ചേ. അപ്പോൾ ദൈവത്തിൻ്റെ ഹിതം നമ്മൾ തിരിച്ചറിയണമെങ്കിൽ എൻ്റെ ഹൃദയദൃഷ്ടി ഒന്ന് പ്രകാശിപ്പിക്കണം. എഫേസോസിലെ വിശ്വാസികളെ കുറിച്ച് പൗലോസും, നമുക്കറിയാം, ഈ എഫേസോസിലെ വിശ്വാസികൾ എന്ന് പറയുന്നത്, അവർ ഒരു രാത്രി കൊണ്ട് അവർ ചുട്ടരിച്ച പുസ്തകങ്ങളുടെ വില 50,000 വെള്ളിക്കാശ്. ഒരു വെള്ളിക്കാശ് എന്നൊക്കെ പറയുന്നത് ഒരാള് വെളുക്കുവോളം അധ്വാനിച്ചാൽ, അല്ലെങ്കിൽ ഒരു പകല് മുഴുവൻ അധ്വാനിച്ചാൽ കിട്ടുന്ന ഒരു ദിവസത്തെ ശമ്പളം 50,000 വെള്ളിക്കാശ്. എത്ര ദിവസത്തെ ശമ്പളമായിരിക്കും? ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തേ, എത്ര വർഷത്തെ? അത്രയും പുസ്തകങ്ങളൊക്കെ എന്ത് ചെയ്തു? തീയിലിട്ട് ചുട്ടുകളഞ്ഞു.
നമ്മളായിരുന്നു എന്ത് ചെയ്തേനെ? നമ്മൾ രക്ഷിക്കപ്പെട്ടവരായിരുന്നു. രക്ഷിക്കപ്പെട്ടപ്പോഴായിരുന്നെങ്കിൽ ഇത്രയും സാധനം എൻ്റെ ഇരിപ്പുണ്ട്, നമ്മൾ എന്ത് ചെയ്തേനെ? ആ കർത്താവിൻ്റെ വേലയ്ക്ക് പ്രയോജനപ്പെടുന്നെങ്കിൽ ആട്ടെ, സെക്കൻഡ് ഹാൻഡ് വേലയ്ക്ക് ഇതൊക്കെ ഒന്ന് അല്ലേ, നമ്മളൊക്കെ അങ്ങനെയാ ചെയ്യുന്നേ. പക്ഷേ ആ എഫേസോസിലെ വിശ്വാസികൾ, നമ്മൾ പിന്നീട് ചിന്തിക്കുമെങ്കിലും ഇന്ന് ആ വാക്കോടൊന്ന് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. എഫേസ് ലേഖനം അവസാനിക്കുന്ന എങ്ങനെയാന്ന് നോക്കിയേ. എഫേസ് ലേഖനത്തിന്റെ അവസാനം 24:6-24. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ അക്ഷയമായി സ്നേഹിക്കുന്ന എല്ലാവരോടും കൂടെ കൃപ ഇരിക്കുമാറാകട്ടെ. എഫേസോസിലെ വിശ്വാസികളുടെ പ്രത്യേകത, അവർ കർത്താവിനെ അക്ഷയമായിട്ട് സ്നേഹിക്കുന്നവരാ. എന്താ ഈ അക്ഷയമായിട്ട്? ഇംഗ്ലീഷിൽ സിൻസിയർലി, ആത്മാർത്ഥതയോടെ കർത്താവിനെ സേവിക്കുന്നവരായിരുന്നു അവർ. എന്ന് പറഞ്ഞാൽ സിൻസിയർ എന്ന് പറഞ്ഞാൽ സിൻസിയർ എന്ന് പറഞ്ഞാൽ പണ്ട് ഈ പാത്ര കച്ചവടത്തോടുള്ള ബന്ധത്തിലൊക്കെ ഇല്ലേ, അതിന് ഈ പാത്രത്തിന് എന്തെങ്കിലും ചെമ്പ് പാത്രം എന്തായാലും അതിന് ഈ ഹോളൊക്കെ ഉണ്ടായിരിക്കും, അതെങ്ങനെയും കൊടുക്കണം. അതിനതിൻ്റെ ഈ മെഴുകൊക്കെ പുരട്ടി അല്ലെങ്കിൽ അതിൻ്റെ കളറൊക്കെ അടിച്ച് ക്ലിയർ ആക്കി ഇങ്ങനെ അങ്ങോട്ട് കൊടുക്കും. അങ്ങോട്ട് ചെന്ന് അടുപ്പത്തങ്ങോട്ട് വെച്ച് വെള്ളമൊക്കെ വെക്കുന്ന ഉടനെ അറിയാം ഇതെന്ത് ചെയ്യും. അപ്പോൾ ഇവര് ചെയ്യുന്ന എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഇങ്ങനെ വാക്സ് ഒക്കെ ഇങ്ങനെ വെച്ച് ഇങ്ങനെ നോക്കും. അപ്പം ഈ മേടിക്കാൻ വരുന്നവര് ഇതിങ്ങനെ സൂര്യപ്രകാശത്തിൽ ഇങ്ങനെ നോക്കും. സൂര്യപ്രകാശത്തിൽ ഈ കലം ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ തലയിട്ട് അതിനകത്തോട്ട് നോക്കും. അപ്പോൾ കുറെ നേരം കഴിഞ്ഞ് ഈ കലമൊക്കെ ഒന്ന് ചൂടായി കഴിഞ്ഞിട്ട് അവർ നോക്കും, ഹോളൊന്നുമില്ല, നോ വാക്സ് എന്ന് പറഞ്ഞാൽ ഇതിൽ മാലിന്യമോ കപടഭക്തിയോ ഒന്നും ഇല്ല. സിനേസിറൈ. ആ തീജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവനായ കർത്താവിൻ്റെ മുമ്പാകെ നമ്മളെ ഒന്ന് വെച്ച് കഴിയുമ്പോൾ നമ്മളെങ്ങനെയാണ് കർത്താവിനെ സ്നേഹിക്കുന്നത്? നമ്മളെങ്ങനെയാണ് കർത്താവിനെ സേവിക്കുന്നത്? സിനേസിറേ എന്ന് പറയാൻ പറ്റുമോ? വാക്സ് ഇല്ലാത്ത, മെഴുകില്ലാത്ത, കപടമില്ലാത്ത നിസ്തുല്യമായിട്ട് എൻ്റെ കർത്താവിനെ എനിക്ക് എൻ്റെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റി മുന്നോട്ട് പോകാൻ എനിക്ക് സാധിക്കുമോ? എങ്കിൽ ഈ ക്ലാസ്സിന് ഇരുന്നാൽ മതി, എങ്കിൽ നമ്മൾ ദൈവവചനം പഠിച്ചാൽ മതി, എങ്കിൽ നമ്മൾ സഭയിലെ ശുശ്രൂഷ ചെയ്താൽ മതി. അവരിലൂടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ദൈവം ആഗ്രഹിക്കുന്നു. എൻ്റെ ഉത്തരവാദിത്വം ഞാൻ നിറവേറ്റാനായിട്ട് പോവുക ദൈവസഭയോടുള്ള ബന്ധത്തിൽ. ഇനി നമ്മൾ ദൈവം വെച്ച് അടുത്ത ക്ലാസ്സിൽ ചിന്തിക്കാൻ പോകുന്നത് വാട്ട് ഈസ് ചർച്ച്, എന്താണ് ദൈവസഭ, ആരിലൂടെയാണ് അത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്? കർത്താവ് പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണിയും, ഐ വിൽ ബിൽഡ് മൈ ചർച്ച്. പത്രോസിന്റെ ആവശ്യമുണ്ടോ കർത്താവിന്? ഉണ്ടോ? ഉണ്ട്. പൗലോസിന്റെ ആവശ്യമുണ്ടോ? ഉണ്ട്. എന്നാ കർത്താവ് പറയണ്ടേ ഞങ്ങൾ സഭയെ പണിയും? ഇല്ല, കർത്താവിന് പറയാൻ ഞാൻ എൻ്റെ സഭയെ, ഞാൻ ദൈവസഭയുടെ പണിയിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഈസിക്കൽ ടു കർത്താവ്. എൻ്റെ കർത്താവിൻ്റെ അതേ ദൃഷ്ടിയിലും അതേ സ്നേഹത്തിലും അതേ കരുതലും അതേ ഉത്തരവാദിത്വത്തിലും 3.5 വർഷം കർത്താവ് ശിഷ്യന്മാരെ പോറ്റി പുലർത്തി, അവർക്ക് വചനം കൊടുത്തു. ഇതൊക്കെ ഗ്രഹിച്ചു. 20 25 പറഞ്ഞു. 20 എന്നാ നിർത്തി. 3.5 വർഷം കഴിഞ്ഞിട്ട് കർത്താവ് ഉയർത്തെഴുന്നേറ്റ്. പത്രോസ് പറഞ്ഞു, ഞാൻ മീൻ പിടിക്കാൻ പോവാം. അപ്പോൾ കുറച്ച് പേര് ഞങ്ങളും. ഇവര് മീൻ പിടിക്കാൻ പോയി. കർത്താവ് ആ മരം കൊച്ചുന്ന തണുപ്പത്ത് വന്നിരുന്ന് മീനെ പിടിച്ച് അതിനെ ചുട്ട് കനലിന്മേൽ അടയും വെച്ച് ചുട്ട് കത്തിരിക്കുക. എന്തിനു വേണ്ടി? നമുക്ക് പറ്റുമല്ലോ. ലെറ്റ് ദ മൈൻഡ് ഓഫ് ക്രൈസ്റ്റ് ബി ഇൻ യു. നമുക്കുണ്ടാകും. നമ്മുടെ ബുദ്ധി തുറന്നതാണെങ്കിൽ നമുക്കതുണ്ടാവും. നശിപ്പിക്കുന്ന ശക്തിയല്ല, സഹിക്കുന്ന, ക്ഷമിക്കുന്ന, വഹിക്കുന്ന, കരുതുന്ന ആ ഒരു കൃപ നമുക്കുണ്ടാവണം. കർത്താവ് നമ്മളെ ഈ വചനങ്ങളാൽ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ.